നമസ്കാരം. നമസ്കാരം. കയറിയോ? നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ സഹ ബീജം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ കക്ഷിതാക്കളും വിനീതമായിട്ടുണ്ട്. ദശമസ്കന്ധം 90-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം. ദശമസ്കന്ധം അധ്യായം 90 ശ്ലോകം 21 എന്നെ എടുക്കണ്ടേ? അതെ അതെ. പ്രിയരാവപദാനി ഭാഷപേ മതസഞ്ജീവികയാനയാഗിരാം കരവാണിക്ക് മധ്യതേ പ്രിയം പദമേ വൽഗിതകണ്ഠകോകിലാം. ഈ അടുത്ത് കുയിലിനുള്ള ഓരോരുത്തരും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് മേഘത്തെ വരെയാണ് തീർന്നത്. എന്താ? പ്രിയരാവ പദാനി ഭാഷഫേ. പ്രിയപ്പെട്ട രാവം എന്ന് വെച്ചാൽ സംസാരിക്കുന്ന അല്ല പറയുന്ന ശബ്ദം ഉണ്ടാക്കുന്ന പദാനി പദങ്ങളോടുകൂടി. പ്രിയ രാവ പദാനി ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദങ്ങളുള്ള പദങ്ങൾ ഭാഷഫേ പറയുന്നു. മൃതസഞ്ജീവികയാ അനയാഗിര. അനയാഗിര മൃതസഞ്ജീവി സാറിന്റെ നെറ്റ് പോയായിരുന്നു. സാർ മ്യൂട്ടാണ്. കേക്കാലോ? ഇപ്പൊ കേൾക്കാം. നെറ്റ് പോയായിരുന്നു. അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ കണ്ടില്ല. ഇപ്പഴാണ് നോക്കിയത്. അത് ശരി. ലൈൻ ഓഫ് ആയി. അല്ല എങ്ങനെ ഇത്തിരി കിട്ടുക. മൃതസഞ്ജീവികയ അനയാഗിര. മൃതസഞ്ജീവികയായ ഈ വാക്കുകൊണ്ട് കരവാണി ചെയ്യട്ടെ. കിം അദ്യത്തെ പ്രിയം. ഇന്ന് നിനക്ക് എന്ത് പ്രിയമാണ് ചെയ്യേണ്ടത്? പദമേ എന്നോട് പറയൂ. വൽഗിത കണ്ഠ കോകില. മനോഹരമായി പാടുന്ന അല്ലയോ കുയിലേ. വൽഗിതമായ കണ്ഠത്തോടു കൂടിയ അല്ലയോ കുയിലേ, നീ പറയൂ. കാരണം ഇവിടെ കുയില് മനോഹരമായ ശബ്ദത്തോടെ പാടുക ഞങ്ങളുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന പാട്ടാണ്. ഇങ്ങനെ പാടാൻ നിന്നെ പഠിപ്പിച്ച കൃഷ്ണൻ തന്നെയല്ലേ എന്നാണ്. എന്താ? പ്രിയരാവപദാനി ഭാഷഫേ. നല്ല മനോഹരമായ ശബ്ദത്തോട് നീ പറയുന്നത് ഞങ്ങൾക്ക് മൃതസഞ്ജീവിക പോലെയാണ്. ഇങ്ങനെ പറയാൻ നിന്നെ ശീലിപ്പിച്ച കൃഷ്ണൻ തന്നെ ആയിരിക്കുമല്ലോ. അല്ലെ നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ വൈഭവം? ഇങ്ങനെ മനോഹരമായി പാടാനുള്ള നിന്റെ കഴിവ്. മൃതസഞ്ജീവിക, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ്. ഈ വാക്കുകൊണ്ട് കുയിലിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ
ആരും അതിലേക്ക് ലയിച്ചു പോകും. പക്ഷെ ഇവിടുത്തെ കുയിലിന് ചോദിക്കുന്നത് നിന്നെ ഇത് പഠിപ്പിച്ച കൃഷ്ണൻ തന്നെയാണോ? അതുകൊണ്ടാണ് ഈ വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾ മരണത്തിലേക്ക് പോകാൻ പോകുന്നത് തിരിച്ചു വരുന്ന പോലെ തോന്നുന്നു. അങ്ങനെ ഒരു കഴിവ് കൃഷ്ണന്റെ വാക്കുകൾക്ക് മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണനെ പോലെ നീ മനോഹരമായി ആയ പദങ്ങളോടെ പാടുന്നല്ലോ. പഞ്ചമഫലത്തിലുള്ള നിന്റെ ഈ ഗാനം അദ്ദേഹം തന്നെ പഠിപ്പിച്ചായിരിക്കും അല്ലേ? ഈ ഫലമാധുര്യം കേട്ടപ്പോൾ കൃഷ്ണന്റെ വാക്കുപോലെ ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചാ. അതുകൊണ്ടാണ് പ്രിയരാപപദാനി ഭാഷഫേ മൃതസഞ്ജീവികയ അനയാകിര. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്ത നിന്നോട് കിം അദ്യതയെ പ്രിയങ്കരവാണി, നിനക്ക് എന്തിഷ്ടമാണ് ഇപ്പൊ ചെയ്യേണ്ടത്? ഞങ്ങളോട് പറയൂ, മനോഹരമായി പാടുന്ന ഹേ കുയിലേ എന്ന് കുയിലിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇതിന്റെ അകത്തൊരു രഹസ്യാർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. നിന്ദാസ്തുതിയാണ്. നീ ഇപ്പോൾ ഈ പാട്ട് പാടി ഞങ്ങളെ വേദനിപ്പിക്കാനല്ലേ? നിന്റെ ഈ ഫലം അദ്ദേഹത്തിന്റെ ഫലത്തിന് സദൃശമായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ദുഃഖം അനുഭവിക്കേണ്ടി വരും. കാരണം കൃഷ്ണൻ വിടിയില്ല. പക്ഷെ കൃഷ്ണന്റെ ഫലം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് കൃഷ്ണനിലേക്ക് ഓടിയെത്താനുള്ള ത്വര കൊണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങളെ വിഷമിപ്പിച്ചത് നിനക്ക് തക്ക ശിക്ഷ എന്താ വേണ്ടതെന്നാ, അതാണ് നിന്റെ പ്രിയം എന്ന് ഒരു നിന്ദാർത്ഥമുണ്ട്, സ്തുത്യർത്ഥമുണ്ട്. ഇത് രണ്ടും കൂടി ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഈ ഒരു പദ്യത്തിന് വൃത്തവും മാറ്റി ഇവിടെ വിയോഗിനിയാ വൃത്തം മധുവിയോഗിനിയാക്കി. ആ വിരഹവേദന അനുഭവിക്കുന്ന ഭാവം കുയിലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അക്ഷരസഭക്കാർക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ അതിശയിക്കുമായിരുന്നു. കാരണം അവിടെ ആ സന്ദർഭവും അതിന്റെ ആശയവും അതിനനുസരിച്ചിട്ടുള്ള വൃത്തവും കൂടെ അതെ ചേർത്ത് വെക്കാനുള്ളൊരു കഴിവായി കവികളെ അത്ഭുതപ്പെടുത്തുന്നത്. അതെ അതെ. പ്രിയരാപപദാരി ഭാഷഫേ മൃതസഞ്ജീവികയാനയാകിര കരവാണിക്ക് മധ്യതേ പ്രിയം പദമേ വൽകിതകണ്ഠകോകില. പ്രിയരാപപദാനി ഭാഷഫേ മൃതസഞ്ജീവികയാനയാകിര കരവാണിക്ക് മധ്യതേ പ്രിയം പദമേ വൽകിതകണ്ഠകോകില. ന തരഫി ന വദഫ്യുദാരബുദ്ധേക്ഷിതിധര ചിന്തയഫേ മഹന്തമർത്ഥം അഭിപത വസുദേവനന്ദനഘ്രിം വയമിവ കാമയഫേ സ്തനീർബുദ്ധത്വം. അടുത്തത് പർവ്വതത്തിലുള്ള ന ചലഫി, നിനക്ക് ചലിക്കാൻ പറ്റില്ലല്ലോ, പർവ്വതത്തിന് അനങ്ങാൻ പറ്റില്ല, എങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല. ന വദഫി ഉദാരബുദ്ധേ ന വദഫ്യുദാരബുദ്ധേ, ഉദാരമായ ബുദ്ധിയോട് കൂടിയ അല്ലയോ പർവ്വതമേ. ന വദഫി, നീ സംസാരിക്കുന്നുമില്ല, നിനക്ക് ഇളകാനും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. കുയിലുകൾക്ക് അത് പറ്റുവാൻ, എങ്ങോട്ടും ഓടിപ്പോവാം, സംസാരിക്കാൻ പറ്റും. നിനക്കിത് രണ്ടും പറ്റില്ല. പക്ഷെ നീ ഉദാരബുദ്ധിയാണ്. ഹേ ക്ഷിതിധര, അല്ലയോ പർവ്വതമേ. ചിന്തയഫേ മഹന്തമർത്ഥം, നീ മഹത്തായ പുരുഷാർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം എപ്പോഴും ധ്യാനനിമഗ്നായി പർവ്വതം ചലിക്കാതെ ഇളകാതെ കഠിനമായ തപസ്സിലാണ്. ഇത് കണ്ടാൽ തോന്നും ധർമാർത്ഥകാമോക്ഷങ്ങളിലെ പുരുഷാർത്ഥത്തെ സാധിക്കാൻ വേണ്ടി നീ തപസ് ചെയ്യല്ലേ എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. ചിന്തയഫേ മഹാന്തമർത്ഥം, അർത്ഥം പുരുഷാർത്ഥം. അഭിപത വസുദേവനായ വസുദേവനന്ദനഘ്രിൻ, അഭിപത അല്ലേ വസുദേവനന്ദനന്റെ അഘ്രിയെ കാലിനെ വയമിവ കാമയഫേ, ഞങ്ങളെ പോലെ നീയും കാമിക്കുന്നു. പുരുഷോത്തമനായ ഭഗവാന്റെ കാൽപാദങ്ങൾ നിന്റെ കൊടുമുടിയിൽ പതിഞ്ഞിരിക്കുന്നു. സ്തനൈർവിധത്വം, ഈ കൊടുമുടിയെ സ്ഥലങ്ങളായിട്ടാണ് കാണുക. അത് കാളിദാസനും പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയുടെ സ്ഥലങ്ങളാണ് ഈ പർവ്വതങ്ങൾ, കൊടുമുടികൾ. അപ്പോൾ ഭഗവാന്റെ അഘ്രി നിന്റെ ഈ സ്ഥലങ്ങളെ കൊണ്ട് ധരിക്കാൻ ഞങ്ങളെപ്പോലെ നീയും കാമിക്കാമോ? ഞങ്ങളിതാ കാമിക്കുന്നത്, അതേപോലെ നീ ഇത് തന്നെയാണോ കാമിക്കുന്നത്? അഹോ കഷ്ടം, നീ ഞങ്ങളെപ്പോലെ ദുഃഖിക്കാണല്ലോ. ഭഗവാന്റെ പാദപത്മങ്ങൾ നിന്റെ സ്തനങ്ങൾ പോലെയുള്ള ആ
പർവ്വതാഗ്രഹങ്ങളിലേക്ക് പതിക്കുന്നു എന്ന് നീ കാത്തിരിക്കുകയാണോ? ഞങ്ങളിത് കാത്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ നീയും തുല്യ ദുഃഖിതരാണ്. നലഫി നവദഫ്യുദാരബുദ്ധേ ക്ഷിതിതര ചിന്തേഫേ മഹന്തവർത്ഥം അഭിപദ വസുദേവനന്ദനം ക്രീം വയമിവ കാമയഫേ സ്തരേ വിധത്വം നലഫി നവദഫ്യുദാരബുദ്ധേ ക്ഷിതിതര ചിന്തേഫേ മഹന്തവർത്ഥം അഭിപദ വസുദേവനന്ദനം ക്രീം വയമിവ കാമയഫേ സ്തരേ വിധത്വം ശുഷ്യദ്രതാ കർഷിതാബദസിന്ധുപത്ന്യാം സംവൃത്യപസ്തകമലശ്രിയ ഇഷ്ടഭർത്തവും യദ്വയം മധുപതേ പ്രണയാവലോകമപ്രാപ്യ മുഷ്ടഹൃദയാം പുരുകർഷിതാസ്മാം ശുഷ്യദ്ഹൃദാഹ ശോഷിച്ചിരിക്കുന്ന ഹൃദത്തോടു കൂടിയ ശുഷ്യദ്ഹൃദാഹ ശോഷിച്ചിരിക്കുന്ന ഹൃദം വെള്ളത്തോടു കൂടിയ ഗത കഷ്ടം സിന്ധുപത്നി സിന്ധുപത്നി സിന്ധു സമുദ്രം സിന്ധുപത്നി സമുദ്രത്തിന്റെ പത്നി നദി പത്ന്യഹ ബഹുവചനമാണ് നദികൾ വെള്ളം ശുഷ്കിച്ചിരിക്കുന്ന സമുദ്രപത്നിമാരായ ഹേ നദികളെ സമ്പ്രതി അപാസ്തകമലശ്രിയ ഇഷ്ടഭർത്തു സമ്പ്രതി ഇപ്പോൾ ഇഷ്ടഭർത്താവായിരിക്കുന്ന ആ മധുപതിയുടെ ഇഷ്ടഭർത്തുഹു മധുപതേഹ പ്രണയാവലോകമപ്രാപ്യ ഭഗവാന്റെ പ്രണയാവലോകമായ നോട്ടത്തെ പ്രാപിക്കാതെ മുക്തഹൃദയാഹ ഹൃദയം മോഷ്ടിച്ചവരായ നിങ്ങൾ അപാസ്തകമലശ്രിയ നിരസിക്കപ്പെട്ട കമലകാന്തിയോട് കൂടിയവരാണ്. കാരണം താമരപ്പൂക്കൾ ഉണ്ടാകുന്നില്ല വെള്ളമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാന്തി അവിടെ കുറഞ്ഞിരിക്കുകയാണ്. അല്ലയോ നദികളാകുന്ന സഖികളെ, വേനൽക്കാലത്ത് നദിയിൽ വെള്ളം തീരെ വറ്റിപ്പോകും. അന്നേരം സമുദ്രത്തിൽ നിന്നും വെള്ളം മുകളിലേക്ക് ഉയർന്ന് മഴയാക്കി പൊഴിച്ച് നിങ്ങളെ സഹായിക്കാൻ സമുദ്രത്തിൽ പറ്റത്തില്ല. വേനൽക്കാലത്ത് മഴയും കിട്ടില്ല. എന്താ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ഓർത്താൽ. നിങ്ങൾ നന്നേ കൃഷാങ്കികളാണ്. നിങ്ങളുടെ ഹൃദയസ്ഥാനമായ വെള്ളം മുഴുവൻ തീരെ ശുഷ്കിച്ചാണ്. നിങ്ങളുടെ നദികളുടെ മുഖമാണ് താമരപ്പൂക്കൾ. ആ താമരപ്പൂക്കളുടെ ശോഭ തന്നെ കാണാനില്ല വെള്ളമില്ലാത്തത്. ഭർത്താവിന്റെ സൗന്ദര്യത്തിന്റെ ലാളനെ അനുഭവിക്കാത്ത സ്ത്രീകളുടെ എല്ലാ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഭർത്താവിന്റെ ലാളന കിട്ടാതായാൽ മുഖത്തിന് ശോഭ കുറയും. പിന്നെന്താണ്, നിങ്ങൾ ക്ഷീണിതരായിത്തീരും. വെള്ളം തീരെ കുറഞ്ഞ് നദി വരളുന്ന പോലെ നിങ്ങളും വരണ്ടവരായിത്തീരും. അതുകൊണ്ട് ഞങ്ങളെ പോലെയാണല്ലോ നിങ്ങളുടെയും അവസ്ഥ. ഞങ്ങളുടെ പ്രിയ ഭർത്താവായിരിക്കുന്ന ശ്രീകൃഷ്ണനെ ഒരു നോട്ടം പോലും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ മുഖം വാടി കൃഷാങ്കികളായിരിക്കുന്നു. നീയും ഇപ്പൊ അങ്ങനെ തന്നെയാണ്, മുഖം വാടി കൃഷാങ്കികളായിരിക്കണം. ഈ നദികളെ നിങ്ങൾ ഞങ്ങളെപ്പോലെ ദുഃഖിതരാണല്ലോ. കഷ്ടം. ഞങ്ങൾക്ക് കൃഷ്ണൻ കാണാനുള്ള ദുഃഖം നിങ്ങൾക്കും അങ്ങനെ തന്നെയാണല്ലോ സംഭവിച്ചത്. ഇതുകൊണ്ടല്ലേ എന്ന് കവി ആശങ്കിക്കാം. ശുഷ്യധൃതാ കർഷിതാബിന്ദുപത്ന്യപാസ്തകമലശ്രിയ ഇഷ്ടഭർത്തു യദ്വദ്വയം. യദ്വത് യാതൊന്നു പോലെയാണോ, വയം ഞങ്ങൾ. യദ്വത് വയം, യദ്വദ്വയം. അവിടെ രണ്ട് ദ്വാ ഇങ്ങനെ വരും. യദ്വത് ദ്വാ തന്നെയാണ്. രണ്ടാമത് വരുമ്പോ ത് കഴിഞ്ഞിട്ട് വയമാണ്. അപ്പൊ യദ്വത് വയം, യദ്വദ്വയം മധുപതേ പ്രണയാവലോകമപ്രാപ്യ മുഷ്ടഹൃദയാ പുരുകർഷിതാസ്മാം ശുഷ്യധൃതാം കർഷിതാബധ സിന്ധുപത്ന്യാം സംവൃത്യപാസ്തകമലശ്രിയ ഇഷ്ടഭർത്തു യദ്വദ്വയം മധുപതേ പ്രണയാവലോകമപ്രാപ്യ മുഷ്ടഹൃദയാ പുരുകർഷിതാസ്മാം. ഹംസ സ്വാഗതമാഫ്യതാം പിബപയോ
ൂഹ്യംഗശൗരേ കഥാം ദൂതം ത്വാം നുവിദാമകച്ചിതജിത സുസ്ഥ്യാസ്ത ഉക്തം പുരാം കിംവാനശ്ചലസൗഹൃദസ്മരതിതം കസ്മാത് ഭജാമോ വയം ക്ഷൗദ്രാലാപയകാമദം ശ്രിയമൃതേ ശൈവൈകനിഷ്ഠാസ്ത്രിയം. അടുത്തത് പ്രഭാതകാലത്തിൽ വന്ന ഒരു ഹംസത്തിനുള്ള. ആ ഹംസം ശ്രീകൃഷ്ണൻ അയച്ചു വന്ന ദൂതനാണോ എന്ന് സംശയിച്ചിട്ട് അവരോട് ഹംസത്തോട് ചോദിക്കാം, നിന്നെ കൃഷ്ണൻ പറഞ്ഞയച്ചാണോ ഞങ്ങളുടെ അടുത്തേക്ക്? ഹേ ഹംസ, സ്വാഗതം. ആഫ്യത, സ്വാഗതം. എന്തുകൊണ്ടാണ്? നീ കൃഷ്ണൻ പറഞ്ഞയച്ച ദൂതനാണെന്ന് ഞങ്ങൾ സങ്കല്പിക്കുകയാണ്, അതുകൊണ്ട് സ്വാഗതം. ആഫ്യത, ഇരിക്കൂ. പിബപയോ, വെള്ളം കുടിച്ചോളൂ. പിബപയ, വെള്ളം. ഒരു അതിഥിയെ സൽക്കരിക്കുന്ന പോലെ തന്നെ ശ്രീകൃഷ്ണൻ ദൂതനാണെന്ന് സങ്കല്പിച്ച് ഹംസത്തോട് സംഭാഷണം ആരംഭിച്ചാണ്. ഹേ ഹംസ, സ്വാഗതം. ആഫ്യതാം, ഇരിക്കൂ. പിബ, കുടിക്കൂ. പയോ, വെള്ളം. ബ്രൂഹി, അംഗ, പറയൂ. ഹേ അംഗ, പറയൂ. ശൗരേ കഥാം, ശ്രീകൃഷ്ണന്റെ കഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ബ്രൂഹി, പറയൂ. അംഗ സംബോധനയാണ്. എടോ. ബ്രൂഹ്യംഗ ശൗരേ കഥം. ശൗരേ കഥം ബ്രൂഹി. ദൂതം ത്വാം നുവിദാമ, ദൂതനാണെന്ന് നിന്നെ കുറിച്ച് ഞങ്ങൾ അറിയുന്നു. ദൂതം ത്വാ, നിന്നെ. നു വിദാമ, അറിയുന്നുവല്ലോ. കച്ചിത്, ശരിയാണ് അല്ലേ? അജിത, അജിതന്റെ. അജിതൻ ഭഗവാൻ. ഭഗവാന്റെ ദൂതൻ തന്നെയല്ലേ നീ? അങ്ങനെ വിചാരിച്ച ഞങ്ങൾ ഇരിക്കുന്നേ. സ്വസ്തി ആസ്ത ഉക്തം പുരാ. സ്വസ്തി ആസ്തേ, സുഖമായിരിക്കുന്നുവോ ഭഗവാൻ? സ്വസ്തി ആസ്തേ എന്നുള്ളത് ഏകാരം പോയി അപ്പുറത്ത് ഉകാരം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പദം പിരിക്കുമ്പോൾ ആസ്തേ ഉക്തം, ഒന്ന് ചെല്ലുമ്പോ ആസ്ത ഉക്തം എന്ന് പറഞ്ഞാൽ മതി. സ്വസ്ത്യാ ആസ്ത ഉക്തം. സ്വസ്തി ആസ്തേ, സ്വസ്തിയായി തന്നെ ഇരിക്കുന്നുവോ, സുഖമായി തന്നെ ഇരിക്കുന്നുവോ? ആ പുരാ ഉക്തം, എന്താ പുരാ ഉക്തം പണ്ട് പറഞ്ഞത്? കിംവ നഹ ചലസൗഹൃദ സ്മരതി തം. എന്താ പുരാ ഉക്തം കിംവ, പണ്ട് പറഞ്ഞ ആ കാര്യങ്ങൾ, നഹ, ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ചലസൗഹൃദ, സൗഹൃദങ്ങൾ ചഞ്ചലമായി പോകുന്നത് കൊണ്ട് സ്മരതി, ഓർക്കുന്നു. ഞങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്? ഈ പ്രിയപത്നിമാരോട് എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചതാന്ന് പറഞ്ഞു. അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം എന്താണ്? ചരസൗഹൃദ, ഭഗവാന്റെ സൗഹൃദം സ്ഥിരമല്ല, ചഞ്ചലമാണ്. തം കസ്മത് ഭജാമോ വയം, ഇതിനെ ഞങ്ങൾ നിന്നെ പിന്നെ ഭജിക്കുന്നു. തം, അവനെ. കസ്മാത്, എന്തുകൊണ്ട്? വയം ഭജാമ, ഞങ്ങൾ ഭജിക്കുന്നു. ക്ഷൗദ്രാലാപയാം, ക്ഷൗദ്രമായി ആലാപനം ചെയ്യുന്നവന്റെ ദൂതനാണ് നീ. ക്ഷുദ്രം, നിസ്സാരമായ വാക്കുകൾ പറഞ്ഞ് കബളിപ്പിക്കുന്ന ആ കൃഷ്ണന്റെ കാമദം ശ്രിയം ഹൃദേ ഫ ഏവ ഏകനിഷ്ഠാശ്രിയാം. ശ്രിയം ഹൃദേ, ലക്ഷ്മിയെ കൂടാതെ ആലാപയ, വിളിച്ചു കൊണ്ടുവരൂ. സ്ത്രീയാം, സ്ത്രീകളിൽ വെച്ച് ഫ ഏവ, അവൾ തന്നെയോ, ഏകനിഷ്ഠാം, ഏകനിഷ്ഠയോടെ കൂടിയവൾ. ലക്ഷ്മി തന്നെയാണോ ഏകനിഷ്ഠയായിട്ടിരിക്കുന്നത്? ലക്ഷ്മി തന്റെ ഹൃദയല്ലേ, ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ഹേ ക്ഷുദ്രനായ ദൂത, സ്നേഹമുണ്ടെന്ന് നീ പറയാനാണോ ഭാവിക്കുന്നത്? ചുമ്മാ ചോദിക്കാം അങ്ങോട്ട്. എന്നാൽ ഞങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന അദ്ദേഹത്തെ നീ വിളിച്ചുകൊണ്ട് വരൂ, അപ്പൊ പറയാം. അവളെ ഉപേക്ഷിക്കാൻ പ്രയാസമാണെന്നാണോ നീ പറയുന്നത്? അടുത്ത ചോദ്യം. ഇത് ചോദ്യോത്തരങ്ങളായിട്ടാണ്. അവളെ ഉപേക്ഷിക്കാൻ പ്രയാസമാണെന്നാണോ നീ പറയുന്നത്? എന്താ പ്രയാസം? ഞങ്ങളെ പോലെ സ്ത്രീകളിൽ വെച്ച് ഒരുത്തി മാത്രമല്ലേ ആ ലക്ഷ്മി. അവൾ സ്നേഹത്തോടെ എപ്പോഴും ഒരുമിച്ചിരിക്കാൻ യോഗ്യത അവൾക്കുണ്ട്, ഞങ്ങൾക്കില്ലേ? ലക്ഷ്മിയും പത്നിയാന്നല്ലേ പറയാം.
ഞങ്ങളുടെ പത്നിമാരല്ലേ. അതുകൊണ്ട് ക്ഷൗദ്ര ആലാപയ കാമത ശ്രിയം ഹൃദയ ഫായേവ ഏകനിഷ്ഠ സ്ത്രീയാം. സ്ത്രീകളുടെ ഏകനിഷ്ഠ, ഒന്നിൽ മാത്രം, ഒരാളിൽ മാത്രം ഉറച്ചിരിക്കുന്നു എന്നുള്ള നിഷ്ഠ വാസ്തവത്തിൽ അവനില്ലാത്തല്ലേ. എത്ര എത്ര സ്ത്രീകളോട് ഇടപെടുന്നത്. അപ്പൊ പിന്നെ എന്താണ്, ആ ലക്ഷ്മിയെ അല്പസമയത്തെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ എന്താ ഇത്ര വലിയ മടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചെന്ന് പറഞ്ഞു എന്ന് ഒരു ദൂതനാണെന്ന് സങ്കല്പിച്ച് ഹംസത്തെ വിളിച്ച് ഹംസത്തിനോട് ഈ കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോഴാണ് മുഴുവൻ തുറന്നു പറഞ്ഞ് പൂർണ്ണമാക്കിയത്. ഹംസ സ്വാഗതമാഫ്യതാം പിബപയോ ബ്രൂഹ്യംഗ ശൗര്യേ കഥാം ദൂതം ത്വം വിദാമകച്ചിതജിതസ്വസ്ത്യാസ്തൗക്തം പുരാം കിംബാനശ്ചലസൗഹൃദ സ്മരതിതം കസ്മഭജാമോ വയം ക്ഷൗദ്ര ആലാപയ കാമദം ശ്രീമൃതേ സൈവൈകനിഷ്ഠാസ്ഥിയം. ഹംസ സ്വാഗതമാഫ്യതാം പിബപയോ ബ്രൂഹ്യംഗ ശൗര്യേ കഥാം ദൂതം ത്വം വിദാമകച്ചിതജിതസ്വസ്ത്യാസ്തൗക്തം പുരാം കിംബാനശ്ചലസൗഹൃദ സ്മരതിതം കസ്മഭജാമോ വയം ക്ഷൗദ്രാലാപയ കാമദം ശ്രീമൃതേ സൈവൈകനിഷ്ഠാസ്ഥിയം. ഹംസ സ്വാഗതമാഫ്യതാം പിബപയോ ബ്രൂഹ്യംഗ ശൗര്യേ കഥാം ദൂതം ത്വം വിദാമകച്ചിതജിതസ്വസ്ത്യാസ്തൗക്തം പുരാം കിംബാനശ്ചലസൗഹൃദ സ്പർശിതം കസ്മഭജാമോ വയം ക്ഷൗദ്രാലാപയ കാമദം ശ്രീമൃതേ സൈവൈകനിഷ്ഠാസ്ഥിയം. ഒരു നീണ്ട വൃത്തത്തോടുകൂടി അത് ആ എന്താണ് കൃഷ്ണപത്നിമാരുടെ വിരഹ വേദനയിലെ സങ്കടാവസ്ഥകൾ അവിടെ വർണ്ണിച്ചു തീർത്തു. അതിനാണ് അവസാനം ഒരു നീണ്ട വൃത്തം ഉപയോഗിച്ച് ഹംസത്തെ ദൂതനാക്കി തന്നതുകൊണ്ടാണ്. ഇതി ഈദൃശേന ഭാവേന കൃഷ്ണേ യോഗേശ്വരേശ്വരീം പ്രിയമാണേന മാധവ്യോരേ പരമാംഗതി. ഇത് ഈദൃശേന, ഇങ്ങനെ ഇപ്രകാരമുള്ള ഭാവേന, ഭാവത്തോടെ കൃഷ്ണനിൽ യോഗേശ്വരേശ്വരേ കൃഷ്ണേ, യോഗേശ്വരന്മാരുടെ ഈശ്വരനായ കൃഷ്ണനിൽ പ്രിയമാണേന ചെയ്യപ്പെടുന്നത് കൊണ്ട് മാധവ്യോ, മാധവന്റെ പത്നിമാണ്. മാധവി എന്നുവെച്ചാൽ മാധവന്റെ പത്നിമാണ്. അതിന്റെ ബഹുവചനമാണ് മാധവ്യ. ലേഭിരേ പരമം ഗതി, അവർക്ക് പരമമായ ഗതി ലഭിച്ചു. യോഗഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന യോഗേശ്വരനാണ് ഭഗവാൻ. ഇപ്രകാരം ബ്രഹ്മാദിദേവന്മാരുടെയും നിയന്താവായ ശ്രീകൃഷ്ണനിലെ ഇവര് മനസ്സ് ഉറപ്പിച്ച് ബന്ധിച്ചത് കൊണ്ട് തന്നെ ഈ കൃഷ്ണഭക്തിമാരൊക്കെ പരമഗതി പ്രാപിക്കാൻ കാരണമായി തീർന്നു. ഈ ഒരു സംഭാഷണത്തോടെയാണ് അവരെ കൃഷ്ണനിലേക്ക് ലയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. ഇത് ഈദൃശേന ഭാവേന കൃഷ്ണേ യോഗേശ്വരേശ്വരേ ക്രിയമാണേന മാധവ്യോ ലേഭിരേ പരമാം ഗതിം. ഇത് ഈദൃശേന ഭാവേന കൃഷ്ണേ യോഗേശ്വരേശ്വരേ ക്രിയമാണേന മാധവ്യോ ലേഭിരേ പരമാം ഗതിം. സുതമാത്രോപിയ സ്ത്രീണാം പ്രഫ്യ ആകർഷതേ മനാം ഉരുകായോരുഗീതോ വാ അശ്യന്തീനാം പുതപ്പുനാം. സുതമാത്രോപി, ഒന്ന് കേട്ടാൽ മാത്രം മതി. യാതൊരു സ്ത്രീണാം, സ്ത്രീകളുടെ പ്രഫഹ്യ ആകർഷത്തെ മന, സ്ത്രീകളുടെ മനസ്സിനെ പെട്ടെന്ന് ആകർഷിക്കും. പ്രഫഹ്യ പെട്ടെന്ന്, ആകർഷത്തെ ആഹൻ. സ്ത്രീണാം മനഃ പ്രഫഹ്യ ആകർഷത. എന്താണ്? കേൾക്കുന്ന മാത്രയിൽ തന്നെ സ്ത്രീകളുടെ മനസ്സിനെ ആകർഷിക്കാൻ പറ്റുന്നവനാണ് ഭഗവാൻ. ഉരുകായോ ഒരു ഗീത, ഉരുവായ ഗാനങ്ങളോട് കൂടിയവനും ഉരുവായി ഗാനം ചെയ്യപ്പെടുന്നവൻ. ഉരുകായ ഉരുഗീത രണ്ടും ഭഗവാന്റെ വിശേഷമാണ്. ഉരു എന്നുള്ള വർദ്ധിച്ച കൂടിയതാണ്, നാരായണത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഉരുകായ, എല്ലാവരാലും വീണ്ടും വീണ്ടും വർദ്ധിക്കപ്പെട്ട് ഗാനം ചെയ്യിക്കും. ഇനിയും ഒരു ഗീത എന്താണ്? വർദ്ധിക്കപ്പെട്ട ഗാനം ചെയ്യപ്പെടുന്നവനുമാണ് കൃഷ്ണൻ. മറ്റുള്ളവരാൽ ചെയ്യുന്ന ഗാനം കേൾക്കുന്നവനും താൻ തന്നെ ഗാനം ചെയ്യുന്നവൻ.
ഉരുകായോ ഉരുഗീതോ വാ പശ്യന്തീനം പുതപ്പുനാം. അങ്ങനെയുള്ള ഭഗവാനെ ഒന്ന് കണ്ടാത്ത കാര്യം എന്ന് പറയാനുണ്ടോ? കേട്ടാ മാത്രം മതി. ഭഗവാന്റെ കഥ എവിടെങ്കിലും വരുന്ന ആർക്കെങ്കിലും ഒരു പ്രാവശ്യം കേൾക്കാൻ സാധിച്ചാൽ മതി, അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. പിന്നാട്ടെ ഈ ഭഗവാനെ നേരിട്ടൊന്ന് കാണാൻ സാധിച്ചാലത്തെ അവസ്ഥ പറയാനില്ലല്ലോ. ഈ പത്നിമാർക്ക് ഇതാണ് ലഭിച്ച അനുഭവം. സുഖമാത്രോ വിയ സ്ത്രീണാം പ്രഫഹ്യ ആകർഷദേമനാം ഉരുകായോരുഗീതോ വാ പശ്യന്തീനം പുതപ്പുനാം. സുഖമാത്രോ വിയ സ്ത്രീണാം പ്രഫഹ്യ ആകർഷദേമനാം ഉരുകായോരുഗീതോ വാ പശ്യന്തീനം പുതപ്പുനാം. യാഹ സ്വഭജ്യചരൻ പ്രേംണാം പാദസംവാഹനാദിഭി ജഗദ്ഗുരും ഭർതൃബുദ്ധ്യ താസാം കിം വന്യതേ തപാം. യാതൊരു പത്നിമാരാണോ സംപര്യചരൻ ഭഗവാനെ പരിചരിച്ചുകൊണ്ട് പ്രേമത്തോടെ പാദസംവാഹനാദിഭി കാലുതിരുമ്മൽ ആദിയായവളൊക്കെ ചെയ്യാൻ സാധിച്ചവരാണ് ഈ പത്നിമാർ. ഭഗവാന്റെ പാദം തിരുമ്മി കൊടുക്കുക, ഭഗവാനെ പരിചരിപ്പിക്കുക, പ്രേമത്തോടെ ഭഗവാനെ നോക്കുക, ഈ വിധത്തിലുള്ള എല്ലാ അനുഭവിച്ചവരാണ് ഈ കൃഷ്ണപത്നിമാർ. ജഗദ്ഗുരു, ഈ ജഗദ്ഗുരുവിനായ ഭഗവാനെ ഭർതൃബുദ്ധ്യ, തങ്ങളുടെ ഭർത്താവ് എന്നുള്ള ബുദ്ധിയോട് കൂടിയാണ് ഇവർ പരിചരിച്ചത്, സേവിച്ചത്. താസാം തപക്യം വർണ്ണ്യതേ, അവരുടെ തപസ് എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? വർണ്ണിച്ചാതെങ്കിലും തീരില്ല. അത്രയ്ക്ക് തപശക്തി ഉള്ളവരാണ് കൃഷ്ണപത്നി. നേരത്തെ ഗോസ്ത്രീമാരായിരുന്നു, ഇപ്പൊ കൃഷ്ണപത്നി. അവർ തപസ്സിന്റെ സിദ്ധി ഉണ്ടായവരാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ കൂടെ കിടക്കാൻ, ഭഗവാനെ ലാളിക്കപ്പെടാൻ, ഭഗവാന്റെ കാല് അവർക്ക് തൂക്കാൻ എന്നിങ്ങനെ പ്രേമാനുകാരണികളായ എത്രയെത്ര സംഭവങ്ങൾ ചെയ്യാൻ സാധിച്ചത് അവരുടെ തപസ്സിന്റെ ഭാഗ്യം കൊണ്ട് തന്നെയാണ്. യാ പമ്പര്യചരൻ പ്രേമാപാദ സംവാഹനാദിഭി ജഗദ്ഗുരും ഭർതൃബുദ്ധ്യാദാസാം കിം വർണ്യതേ തപാം. യാഹ പര്യചരൻ പ്രേംണാം പാദസംവാഹനാദിഭി ജഗദ്ഗുരും ഭർതൃബുദ്ധ്യാദാസാം കിം വർണ്യതേ തപാം. ഏവം വേദോദിതം ധർമ്മം അനുതിഷ്ഠൻ സദാം ഗതി ഗൃഹം ധർമാർത്ഥകാമാനാം മുഹുശ്ച ദർശയത് പദം. ഏവം, ഇങ്ങനെ വേദോദിതം ധർമ്മം, വേദത്താൽ പറയപ്പെട്ടതായ ധർമ്മത്തെ അനുതിഷ്ഠൻ അനുഷ്ഠിച്ചുകൊണ്ട് സതാംഗതി സജ്ജനങ്ങൾക്ക് പ്രാപ്തിസ്ഥാനമായ ഭഗവാൻ ഇങ്ങനെ വേദത്തിൽ പറയപ്പെട്ട ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് എന്താണ് ഗൃഹം ധർമാർത്ഥകാമാനാം, പുരുഷാർത്ഥങ്ങൾ 4 നേടണമെങ്കിൽ ധർമ്മവും അർത്ഥവും കാമവും, ഈ 3 കഴിഞ്ഞിട്ട് മോക്ഷത്തിലേക്ക് എത്താം. അതിലെ കാമം നേടണമെങ്കിൽ ഗാർഹസ്ഥ്യം അനുഭവിക്കുക തന്നെ ചെയ്യണം. ഇപ്പൊ ശ്രീകൃഷ്ണൻ ആരായിട്ട് ജനിച്ചതാണ്? മനുഷ്യനായിട്ടാണ്. അങ്ങനെ മനുഷ്യനായിട്ട് ജനിച്ച ഭഗവാനും ഈ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ, ഈ വേഷം അഴിച്ചു വെച്ച് പോകണമെങ്കിൽ, മനുഷ്യത തികച്ചും ബാധിച്ചവനായ ഭഗവാന് ധർമ്മം അനുഷ്ഠിക്കണം, കാമം വേണം, അർത്ഥം വേണം. എങ്കിലേ അവസാനം ഈ ശരീരം വെടിഞ്ഞ് ഭഗവാന് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളെ പോലെ ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ധർമ്മം അനുഷ്ഠിച്ചു, അർത്ഥങ്ങൾ അനുഷ്ഠിച്ചു, ഇനിയുള്ളത് കാമമാണ്. ഈ കാമത്തെ അനുഷ്ഠിക്കാൻ പറ്റണം. ക്ലാസ് 1/2 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം. ഏവം ധർമാർത്ഥകാമാന മുഹുശ്ച അദർശയത്, ഇത് ഇങ്ങനെ അനുഷ്ഠിച്ച് നമുക്ക് കാണിച്ചു തരികയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ. ഇത് ഭഗവാൻ ചെയ്ത് കാണിച്ചെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഗാർഹസ്ഥ്യത്തെ ഇങ്ങനെ വർണ്ണിക്കാൻ എന്ന് ഇതുവരെയായിട്ട് നമ്മൾ ആശങ്കിച്ചു വന്ന ചോദ്യത്തിന് മറുപടിയാണ്. എന്തിനാണ് ഇതൊക്കെ ഭഗവാൻ ചെയ്യാൻ പോയത്? ഇവിടെ ഭഗവാൻ ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ. അവൻ എന്തൊക്കെ ചെയ്യണം എന്ന് താൻ ചെയ്ത് കാണിച്ചെങ്കിലല്ലേ മറ്റുള്ളവർ ചെയ്യുള്ളൂ. അപ്പൊ ധർമ്മം അനുഷ്ഠിക്കണം, അർത്ഥം വേണം, കാമം വേണം. ഇത് 3 താൻ അനുഷ്ഠിച്ച് കാണിച്ചാലേ മറ്റുള്ളവർ ഇത് ചെയ്യുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കാൻ വേണ്ടി താൻ ഒരു നാടകമായി ഇതൊക്കെ കളിച്ച് അഭിനയിച്ചതാണ് എന്ന് മനസ്സിലാക്കണം എന്ന വ്യാസൻ ഈ ഭഗവാൻ ഗാർഹസ്ഥ്യം വന്നിച്ചതിന്റെ ആവശ്യകത ആദ്യം ഇത് വർണ്ണിച്ചു തന്നപ്പോൾ നമ്മൾ ആലോചിച്ചായി ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഇവിടെ. അതിന് മറുപടി ഇപ്പം വ്യക്തസ്വരം. ഏവം വേദോദിതം ധർമ്മം അനുതിഷ്ഠൻ സദാം ഗതി
ഗൃഹം ധർമാർത്ഥകാമാനാം മുകുശ്ചാദർശയത് പദം ഏവം വേദോതി തദ്ധർമ്മം അനുദിഷ്ടൻ സതാം ഗതി. ധർമ്മം അവിടെ ഗൃഹം ധർമാർത്ഥകാമാനാം മുകുശ്ചാദർശയത് പദം ആസ്ഥിതസ്യ പരം ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേധിനാം ആവാസൻ ഷോഡശസാഹസ്രം മഹിഷ്യശ്ച ശതാധികം. ആസ്ഥിതസ്യ പരം ധർമ്മ, ആസ്ഥിതന്റെ ഗൃഹസ്ഥാശ്രമത്തെ അനുഷ്ഠിച്ചിരിക്കുന്നവന്റെ പരമമായ ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേധിന, ഗൃഹസ്ഥാശ്രമികളുടെ ആ ഗാർഹിസ്ഥ ജീവിതത്തിന് പരമമായ ധർമ്മത്തെ ആഫൻ അനുഷ്ഠിച്ച് ഷോഡശസാഹസ്രം മഹിഷ്യശ്ച ശതാധികം 16,100 16,100 പത്നിമാരോട് ഇതേപോലെ തന്നെ ഗാർഹിസ്ഥം. താൻ ഒറ്റയ്ക്കല്ല, താൻ 16,000 ആയി കാണും. ഒരാളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദ്യം വരാം. പറ്റില്ല. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? താൻ ഒരാള് 16,000 ആയി ഭജിക്കപ്പെട്ടു. അങ്ങനെ 16,000 കൃഷ്ണന്മാർ 16,100 ഭാര്യമാരെ എന്ത് ചെയ്തു? ഗാർഹിസ്ഥ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതൊക്കെ അനുഷ്ഠിച്ച് ആ സ്ത്രീകൾ സാധാരണ ഭാര്യമാരുടെ നിലയിൽ അവിടെ കഴിഞ്ഞുകൂടി എന്ന് കാണിച്ചത് എല്ലാ ഗൃഹസ്ഥാശ്രമികളും ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് വേദധർമ്മത്തെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഭഗവാന്റെ ഗാർഹിസ്ഥ്യം കാണിച്ചത്. ആസ്ഥിതസ്യ പരം ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേധിനാം ആസൻ ഷോഡശസാഹസ്രം മഹിഷ്യശ്ച ശതാധികം. ആസ്ഥിതസ്യ പരം ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേധിനാം ആസൻ ഷോഡശസാഹസ്രം മഹിഷ്യശ്ച ശതാധികം. താസാം സ്ത്രീരത്നഭൂതാനാമഷ്ടോ യാ പ്രാഹുതാകൃത രുക്മിണി പ്രമുഖാരാജം തത്പുത്രാംശ്ചാനുപൂർവശ. താസാം അവൾമാരുടെ, ആ പത്നിമാരുടെ 1100 പത്നിമാരുടെ സ്ത്രീരത്നഭൂതാനാം, അവരൊക്കെ സ്ത്രീരത്നങ്ങളായി ഭവിച്ചവരാണ്. അവരിൽ വെച്ച് അഷ്ടൗയ പ്രാഗുദാഹൃതാഹ, നേരത്തെ ഉദാഹരിച്ച 8 പത്നിമാർ, നേരത്തെ ആ 8 പേരുടെ പേരുടെ പറഞ്ഞാണ്. രുക്മിണി പ്രമുഖ, അതിൽ ആദ്യത്തെ രുക്മിണിയാണ്. രുക്മിണി മുഖ്യമായ 8 പത്നിമാർ. രാജൻ തത്പുത്രാംശ്ചാനുപൂർവശ, രാജാവെ അവരുടെ പുത്രന്മാരെ കുറിച്ചും ഞാൻ അനുക്രമമായിട്ട് മുമ്പ് ഞാൻ ഉദാഹരിക്കപ്പെട്ട് പറഞ്ഞതാണ്. അപ്പം ഈ 8 പത്നിമാരിൽ ഭഗവാന് അനേകം പുത്രന്മാരുണ്ടായി. 16,100 പേരിലും ധാരാളം പുത്രന്മാരുണ്ടായി. താസാം സ്ത്രീരത്നഭൂതാനാമഷ്ടൗ യാ പ്രാഗുദാകൃതാം രുക്മിണി പ്രമുഖാരാജം പുത്രാംശ്ചാനുപൂർവശാം. താസാം സ്ത്രീരത്നഭൂതാനാമഷ്ടൗ യാ പ്രാഗുദാകൃതാം രുക്മിണി പ്രമുഖാരാജം തത്പുത്രാംശ്ചാനുപൂർവശാം. ഏകൈകസ്യാം ദശദശ കൃഷ്ണോ ജീജനദാത്മജാൻ യാവത്യാത്മനോ ഭാര്യ അമോഘഗതിരീശ്വരാം. ഏകൈകസ്യാം ഓരോരുത്തരിൽ ദശദശ 10 പുത്രോ അജീജനദാത്മജൻ, കൃഷ്ണൻ ഓരോരുത്തരിലും 10 പുത്രന്മാരെ വെച്ച് ജനിപ്പിച്ചു. യാവത്യ ആത്മനോ ഭാര്യ, തന്റെ ഭാര്യമാർ എത്രയാണോ അമോഘഗതിരീശ്വര, അവർക്കെല്ലാം അമോഘമായ ഗതിയോടുകൂടിയവനായ ഈശ്വരനായ കൃഷ്ണൻ തനിക്ക് എത്ര ഭാര്യമാരുണ്ടോ ഓരോരുത്തരിലും 10 പുത്രന്മാരെ വെച്ച് ജനിപ്പിച്ചു. അത് ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ സഫലമായി കാണേണ്ടതാണെന്ന് നിശ്ചയിച്ച് പറഞ്ഞത് മാത്രമല്ല, സന്താനാർത്ഥായ വിധേ എന്ന് രഘുവംശത്തിൽ കാളിദാസൻ പറയും. വിവാഹം കഴിക്കുന്നത് സന്താനം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷ സംയോഗം എന്നുള്ളത് വേദത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് സന്താനലബ്ധിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിഷ്ഫലമായ ഫലതം നിഷേധിക്കപ്പെട്ടു. സന്താനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഫലതം ആകാവൂ, നിഷ്ഫലമായ ഫലതം നിഷേധിച്ചു. രതിയുടെ അവസാനത്തിൽ ഗർഭധാരണം എന്ന നിലയിൽ സത്യസങ്കല്പന ലോകനിയന്താവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ 16,108 ഭാര്യമാരിൽ ഓരോരുത്തരുമായിട്ട് 10 പുത്രന്മാരെ വീതം അവിടെ ജനിപ്പിച്ചു. 1,61,000 പുത്രന്മാരെ ജനിപ്പിച്ചു. ഇതിലെ
ഭഗവാന്റെ ഈ രീതിയിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് അടുത്തൊരു ശ്ലോകത്തിൽ പറയുന്നു. നമുക്ക് ഇതൊക്കെ തമാശ പറയല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് ആശങ്കയാകും. ഒരാൾക്ക് ഒരു പത്നിയിൽ 10 പുത്രന്മാരെ ജനിപ്പിക്കാം, കുഴപ്പമില്ല. ഇപ്പം ഓരോ കൃഷ്ണനാണ്, ഓരോരുത്തരും 10 പുത്രൻ, അതിന് അത്ഭുതമില്ലാതെ. ഏകൈകഫ്യം ദശദശ കൃഷ്ണോ അജീജനതാത്മജാൻ യാവത്യാത്മനോ ഭാര്യ അമോഘഗതിരീശ്വരാം തേഷാമുദ്ദാമവീര്യാണാം 18 മഹാരഥാം ആഫന്നുദാരേശ തേഷാം നാമാനി മേ ശൃണു. തേഷാം അവരുടെ ഉദ്ദാമവീര്യാണാം വർദ്ധിച്ച വീര്യത്തോടു കൂടിയ അവരുടെ 18 മഹാരഥാഹ 18 പേർ അതിൽ വെച്ച് മഹാരഥന്മാരായിരുന്നു. ആഫൻ ഉണ്ടായി, ഉദാരേശഫ ഉദാരമായ യശഫോട് കൂടി അവർ തേഷാം നാമാനിമേശ്വരം. ആ 8 പേരിലുണ്ടായ 10 × 8 18 പേരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞാൽ ഒരു തന്നെ പുസ്തകം വേണ്ടി വരും. അതുകൊണ്ട് അതിനേക്ക് പുറപ്പെടാതെ അഷ്ടപത്നിമാരുണ്ടായ 10 പേരുടെ പേരാണ് ഇനി അടുത്തുള്ള ശ്ലോകത്തിൽ പറയുന്നത്. കാരണം ഭഗവാൻ നല്ല വീര്യശക്തി ഉള്ളവനാണ്, യശസ്സുള്ളവനാണ്, കീർത്തിയുള്ളവനാണ്, യോഗീശ്വരൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പത്നിയിൽ, ഇന്നും ധാരാളം കാണുന്ന ഒരു പത്നിയിൽ പണ്ടൊക്കെ 10, 12, 13 ഒക്കെ പുത്രന്മാരുണ്ടായിരുന്നു. ഇത് 10 പുത്രന്മാരെ ഉണ്ടായിട്ടുള്ളൂ എന്നത് അത്ഭുതപ്പെടാനില്ല എന്നത് ഉപസംഹരിച്ചു. തേഷാമുദ്ദാമവീര്യാണാം 18 മഹാരഥാം ആഫന്നുദാരേശ തേഷാം നാമാനി മേ ശൃണു. ഞാൻ അവരുടെ പേര് മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പ്രദ്യുമ്നശ്ചാനിരുദ്ധശ്ചാദീപ്തിമാൻ ഭാനുരേവതാം സാംബോ മഥുർബൃഹദ്ഭാനുശ്ചിത്രഭാനുർവകോരുണാം പുഷ്കരോ വേദബാഹുശ്ച ശ്രുദേവ സുനന്ദനാം ചിത്രഭാനുർവിരൂപശ്ച കവിർജ്ഞഗ്രോധേവതാം. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ദീപ്തിമാൻ, ഭാനു, സാംബൻ, മധു, ബൃഹദ്ഭാനു, ചിത്രഭാനു, വൃഗൻ, അരുണൻ, പുഷ്കരൻ, വേദബാഹു, ശ്രുതദേവൻ, സുനന്ദൻ, ചിത്രഭാനു, വിരൂപൻ, കവി, ന്യഗ്രോധൻ എന്നിങ്ങനെ 18 പേരുടെ പേര് 2 ശ്ലോകത്തിൽ പറഞ്ഞു എത്തുന്നുള്ളൂ. പ്രദ്യുമ്നശ്ചാനിരുദ്ധശ്ചാദീപ്തിമാൻ ഭാനുരേവതാം സാംബോ മധുർബൃഹദ്ഭാനുശ്ചിത്രഭാനുർവകോരുണ പുഷ്കരോ വേദബാഹുശ്ച ശ്രുദേവ സുനന്ദനാം ചിത്രഭാനുർവിരൂപശ്ച കവിർജ്ഞഗ്രോധേവതാം. ഏതേഷാമപി രാജേന്ദ്ര തനുജാനം മധുദ്വിഷാം പ്രദ്യുമ്നാഫീത് പ്രഥമ പിതൃവത് രുക്മിണീഫുതാം. ഏതേഷാമപി ഇവരിൽ വെച്ച് ഹേ രാജേന്ദ്ര, അല്ലയോ രാജാവേ, തനുജാനാം ഈ പുത്രന്മാരിൽ വെച്ച് മധുദ്വിഷ ഭഗവാന്റെ ഈ പുത്രന്മാരിൽ വെച്ച് പ്രദ്യുമ്ന ആഫീത് പ്രഥമ പ്രദ്യുമ്നൻ ആദ്യത്തെ പുത്രനാണ്. പിതൃവത് രുക്മിണീഫുത പിതാവിനോട് തുല്യനായ അവൻ രുക്മിണീപുത്രനായിട്ട് ആദ്യം ജനിച്ചത് പ്രദ്യുമ്നാണ്. ഏതേഷാമപി രാജേന്ദ്രാം തനുജാനം മധുദ്വിഷാം പ്രദ്യുമ്ന ആഫീത് പ്രഥമ പിതൃവത് രുക്മിണീഫുതാം സരുക്മിണോ ദുഹിതലമുപയേമേ മഹാരഥ തസ്മാത് സുതോ നിരുദ്ധോ ഭൂത് നാഗാനാം അയിതബലന്വിതാം. രുക്മിണോ ദുഹിതരം, അവൻ ആ പ്രദ്യുമ്നൻ രുക്മിയുടെ മകളെ രുക്മിയുടെ ദുഹിതരം മകളെ ഉപയേമേ വിവാഹം കഴിച്ചു. മഹാരഥനായ അവൻ തസ്മാത് ഫുതു അനിരുദ്ധു അഭു, അതിൽ നിന്ന് അനിരുദ്ധൻ പുത്രനുണ്ടായി. നാഗായുധബലന്വിത 10,000 ആനയുടെ ബലമുള്ളവനാണ് അനിരുദ്ധൻ. അങ്ങനെ എന്താണ്, മഹാരഥനായ പ്രദ്യുമ്നൻ രുക്മിയുടെ പുത്രൻ, അതായത് അമ്മാവന്റെ മകളെ വിവാഹം കഴിച്ചു. അവൾ പ്രദ്യുമ്നെ അനിരുദ്ധൻ എന്ന പുത്രനുണ്ടായി. അവൻ 1000 ആനകളുടെ ബലം ഉള്ളവനാണ്. സരുക്മിണോ ദുഹിതരം ഉപയേമേ മഹാരഥ തസ്മാത് ഫുതോ നിരുദ്ധോ ഭൂത് നാഗായുധബലാന്വിതാം. സരുക്മിണോ ദുഹിതരം ഉപയേമേ മഹാരഥ തസ്മാത് ഫുതോ നിരുദ്ധോ ഭൂത് നാഗായുധബലാന്വിതാം. സചാപി രുക്മിണ പൗത്രീം ദൗഹിത്രോപി ഗൃഹേതതാം വജ്രസ്തസ്യാഭവത്യസ്തു മൗഫലാദവശേഷിതാം. രുക്മിയുടെ പുത്രനായ അനിരുദ്ധൻ സചാപി രുക്മിണ പൗത്രി, പുത്രന്റെ പുത്രിയെ ദൗഹിത്രോജഗൃഹേ, രുക്മിയുടെ പൗത്രിയെ വിവാഹം ചെയ്തു. രുക്മിയുടെ
പുത്രന്റെ മകളെ വിവാഹം ചെയ്തു. അടുത്ത തലമുറ അത്രേ ഉള്ളൂ. അവൻ അനിരുദ്ധനൊരു പുത്രനുണ്ടായി. അവന്റെ പേര് ഭദ്രൻ എന്നാണ്. ഇവനാണ് മൗഫലം കഴിഞ്ഞ ശേഷം ശേഷിച്ചത്. ഈ ഇരുമ്പുലക്ക അവസാനം രാഗി ഒരു കഷ്ണമായി ശേഷിപ്പിച്ചത് ഇവനാണ്, ഭദ്രൻ. അവരിൽപ്പെട്ട ഒരാളാണ് ഇതെല്ലാം. സജാഭിരുക്മിണപൗത്രീം ദൗഹിത്രോ ജഗൃഹേ തഥാ വജ്രസ്തഫ്യാഭവത്യുസ്തു മൗഫലാദവശേഷിതാം. സജാഭിരുക്മിണപൗത്രീം ദൗഹിത്രോ ജഗൃഹേ തഥാ വജ്രസ്തഫ്യാഭവത്യുസ്തു മൗഫലാദവശേഷിതാം. പ്രതിബാഹുരഭൂത്തസ്മാൻ സുബാഹുസ്തസ്വിതത്മജാം സുബാഹോ ശാന്തഫേനോഭൂത് ശുഭഫേനസ്തുതൽസുതാം. ഈ ഭദ്രനിൽ നിന്നും പ്രതിബാഹു എന്ന പുത്രനുണ്ടായി. പ്രതിബാഹുവിന്റെ മകൻ സുബാഹുവാണ്. സുബാഹുവിന്റെ പുത്രൻ ശാന്തഫേനാണ്. ശാന്തഫേനന്റെ പുത്രൻ ശുഭഫേൻ. ഇനി ആ പരമ്പര പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. പ്രതിബാഹുരഭൂത്തസ്മാൻ സുബാഹുസ്തസ്വിതാത്മജാ സുബാഹു ശാന്തഫേനോ അഭൂത് ശുഭഫേനസ്തുതൽസുതാം. നഹ്യേതസ്മിൻ കുലേ ജാതാം അധരാ അബഹുപ്രജാം അല്പായുഷോ അല്പവീര്യാശ്ച അബ്രഹ്മണ്യാശ്ചര്യതേ. ഈ വംശത്തിൽ ഏതസ്മിൻ കുലേ ജാതാ, ഈ വംശത്തിൽ ജനിച്ചവരെല്ലാം അധന അബഹുപ്രജാഹ, ധനസമൃദ്ധിയുള്ളവരും ധാരാളം സന്താനത്തോടും കൂടിയവരായിരുന്നു. അല്പായുഷോ, വീര്യം, ആയുസ്, ഇതൊക്കെ ഭക്തി, ഇതൊക്കെ ബ്രാഹ്മണ ഭക്തിയും കുറഞ്ഞവർ ഈ കുലത്തിൽ ഉണ്ടായിരുന്നില്ല. അല്പായുഷോ അല്പവീര്യശ്ച അബ്രഹ്മണ്യാശ്ച ന ജഗ്നിരേ, അവരൊന്നും ഈ കുലത്തിൽ ജനിച്ചിരുന്നില്ല. ഈ നാ കൊണ്ട് അവിടെ എല്ലാം ചേർത്തിട്ട് നാഥനാഹ ന അബഹുപ്രജാഹ ന അല്പായുഷ ന അല്പവീര്യശ്ച അബ്രഹ്മണ്യാശ്ച ന ജഗ്നിരേ. അങ്ങനെ ആരും ആ കുലത്തിൽ ജനിച്ചില്ല. നഹ്യേതസ്മിൻ കുലേ ജാതാം അധന അബഹുപ്രജാ അല്പായുഷോ അല്പവീര്യാശ്ച അബ്രഹ്മണ്യാശ്ച ജഗ്നിരേ. നഹ്യേതസ്മിൻ കുലേ ജാതാം അധന അബഹുപ്രജാ അല്പായുഷോ അല്പവീര്യാശ്ച അബ്രഹ്മണ്യാശ്ച ജഗ്നിരേ. യദുവംശപ്രദൂ പ്രസൂതാനാം പുംസാം വിഖ്യാതകർമ്മണാം സംഖ്യാ ന ശക്യതേ കർത്തും അഭിവർഷായുധൈരപീം. ഈ പ്രസിദ്ധമായ ഇവർ നടത്തിയ യദുവംശക്കാരുടെ അവർ നടത്തിയ കർമ്മങ്ങളുടെ എണ്ണം ഒരു വർഷം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. യദുവംശപ്രസൂതാനാം പുംസ, യദുവംശത്തിലുണ്ടായ മനുഷ്യരുടെ വിഖ്യാത കർമ്മമാണ്, കീർത്തിയുള്ള കർമ്മം ചെയ്യുന്ന അവരുടെ സംഖ്യ, എണ്ണം നശക്യതേ കർത്തുമപി, നശക്യതേ, അതിന്റെ എണ്ണം എടുക്കാൻ പറ്റില്ല. വർഷായുധൈരപി, ആ 10,000 വർഷം കിട്ടിയാലും ആ കണക്കെടുത്ത് തീർക്കില്ല. അതുപോലെ വീര്യകർമ്മങ്ങൾ ചെയ്തവരാണ് ഇവരെല്ലാം. യദുവംശ പ്രസൂതാനാം വിഖ്യാത കർമ്മണാം സംഖ്യാന്ന ശക്യതേ കർത്തും അഭിവർഷായുധേ നൃപാം. തിസ്രകോട്യസഹസ്രാണാം അഷ്ടാശീതി ശതാനിജാം ആസൻ യദുകുലാചാര്യാഃ കുമാരാണാനിതി ശ്രുതം. തിസ്രകോട്യ 3 കോടി, സഹസ്രാണാം അഷ്ടാശീതികളായി, അഷ്ടാശീതികളായ ശതവും 1000 കൂടി ചേർന്ന ആസൻ ഉണ്ടായിരുന്നു. യദുകുല ആചാര്യ, യദുകുല ആചാര്യന്മാർ, അതായത് 3,88,00,000 യദുകുലാചാര്യന്മാർ ഈ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് സാരം. അപ്പൊ അവരുടെ എണ്ണം പറയാൻ ആവാത്ത പോലെ യദുവംശത്തിലെ ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞേ. കൃഷ്ണന്റെ തന്നെ ഇത്ര, ഇത് കൂടാതെ എത്രയോ 1000 അധ്യാപകരുടെ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ തന്നെ എത്രയാണ്? 3 കോടി പല അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു. ആരെ? ഈ യാദവന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. തിസ്രകോട്യസഹസ്രാണാം അഷ്ടാശീതി ശതാനിജാം ആസൻ യദുകുലാചാര്യാഃ കുമാരാണാം ഇതി ശ്രുതം എന്ന് കേട്ടിട്ടുണ്ട്. കേട്ടത് പറഞ്ഞേ ഉള്ളൂ. സംഖ്യാനാം യാദവാനാം കരിഷ്യതി മഹാത്മനാം തത്ര ആയുധാനാം ആയുധലക്ഷേണ ആസ്തേ സ ആഹുകാം. യാദവ് കുലത്തിലെ 10,000 ലക്ഷക്കണക്കിന് ജനങ്ങളുടെ രാജാവായിട്ട്
സംഖ്യാനാം യാദവാനാം കരിഷ്യതി മഹാത്മനാം എത്ര അയുധാനാം അയുധലക്ഷ അയുധന്മാരും അയുധലക്ഷണത്തോടു കൂടിയുമായ ആസ്തേഫ ആഹുകൻ ഉഗ്രസേനന്റെ പേരാണ്. ഉഗ്രസേന ചക്രവർത്തിക്ക് മറ്റൊരു പേരുണ്ട് ആഹുകൻ. അപ്പം ഈ യാദവന്മാരുടെ സംഖ്യ ചെയ്യാൻ ആർക്ക് പറ്റും? ആർക്കും പറ്റില്ല. സംഖ്യാനം യാദവാനം കക്കരിഷ്യതി, യാദവാനാം മഹാത്മനാം സംഖ്യ കക്കരിഷ്യതി ആർക്ക് ചെയ്യാൻ പറ്റും? ആർക്കും പറ്റില്ല. കാരണം അങ്ങനെയുള്ള 10,000 കൂടുതലുള്ള പ്രജകളുടെ രാജാവായിട്ട് ഉഗ്രസേനൻ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. സംഖ്യാനാം യാദവാനാം കരിഷ്യതി മഹാത്മനാം യത്രായുധാനാം അയുധലക്ഷേണ ആസ്തേ സബാഹുകാം. സംഖ്യാനാം യാദവാനാം കരിഷ്യതി മഹാത്മനാം യത്ര ആയുധാനാം അയുധലക്ഷേണ ആസ്തേ ആഹുകാം. ദേവാസുരാഹവ ആഹവഹതാം ദേദേയ ഏ ഫുദാരുണാം തേ ചോത്പന്ന മനുഷ്യേഷു പ്രജാ ദത്താബബാധിരേ. ദേവാസുര ആഹവഹതാഹ, ആഹവം യുദ്ധം, ഹതാഹ കൊല്ലപ്പെട്ടവർ, ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരായ ദൈതേയാഹ അസുരന്മാർ, അതിഭയങ്കരന്മാരായ ഫുദാരുണാഹ ദൈതേയാഹ ദാരുണന്മാരായ ദൈതേയന്മാർ, തേജ ഉപ്പന്ന അവർ വീണ്ടും വന്ന് ജനിച്ചു, മനുഷ്യേഷു പ്രജാഹ തൃപ്ത ബബാധിരെ മനുഷ്യരിൽ പ്രജകളെ ബാധിച്ചുകൊണ്ട്, പ്രജകളെ ഉപദ്രവിച്ചുകൊണ്ട് ശിശുപാല ജരാസന്ധ രൂപേണ ഈ അസുരന്മാർ ഈ ഭൂമിയിൽ അങ്ങനെ വിഹരിച്ചു. ഇവരൊക്കെ ദേവാസുര യുദ്ധത്തിൽ പണ്ട് ഹനിക്കപ്പെട്ടവരാണ്, അതിഭയങ്കരന്മാരുമായി. അവരൊക്കെ വീണ്ടും മനുഷ്യരായിട്ട് ഭൂമി വന്ന് ജനിച്ചു. അവരാണ് ശിശുപാലൻ, ദന്തവക്തൻ, അതുപോലെ ജരാസന്ധൻ, ഇവരൊക്കെയാണ്. അവർ ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ ദേവാസുരാഹവഹതാം ദൈതേയ ഏ ഫുദാരുണാം തേ ചോത്പന്ന മനുഷ്യേഷു പ്രജാദത്താ ബബാധിരേ. ദേവാസുരാഹവഹതാ ദൈതേയ ഏ ഫുദാരുണാം തേ ചോത്പന്ന മനുഷ്യേഷു പ്രജാദത്താ ബബാധിരേ. തന്നിഗ്രഹായ ഹരിണ ഭോക്താ ദേവായ ദോക്കുലേ അവതീർണഃ കുലശതം തേഷാമേകാധികം നൃപാം. തന്നിഗ്രഹായ അവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഹരിണ ഹരിയാൽ പ്രോക്ത പറയപ്പെട്ട ദേവാഹ യദോകുലേ ദേവന്മാർ യാദവ വംശത്തിൽ അവതരിച്ചു. അതുകൊണ്ടാണ് യാദവ വംശത്തിൽ ഇത്ര കോടി ജനങ്ങളുണ്ടായി. 33 കോടി ദേവന്മാരുണ്ടെന്നാണ് നമ്മുടെ ഒരു പഴയ കഥ. അതിൽ 3 കോടിയെ ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. ആ 3 കോടി ദേവന്മാരാണ് ഇവിടെ യാദവന്മാരായിട്ട് കൃഷ്ണനെ സഹായിക്കാനായിട്ട് ജനിച്ച് വളർന്ന് വന്നവർ. ഈ അസുരന്മാരെ നിഗ്രഹിക്കാൻ പറ്റാണ്. തന്നിഗ്രഹായ ഹരിണ പ്രോക്ത ദേവായ ദോക്കുലേ അവതീർണ കുലശതം തേഷാം ഏകാധിപം നൃപാം. അങ്ങനെ 100 കുലങ്ങൾ ഈ യാദവന്മാരുടെ പേരിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ യദുവംശത്തുള്ള ഇവരെല്ലാം ദേവന്മാരെ തന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ചത് മാത്രമാണ്. തന്നിഗ്രഹായ ഹരിണ പ്രോക്ത ദേവായ ദോക്കുലേ അവതീർണ കുലശതം തേഷാം ഏകാധികം നൃപാം. തന്നിഗ്രഹായ ഹരിണ പ്രോക്ത ദേവായ ദോക്കുലേ അവതീർണ കുലശതം തേഷാം ഏകാധികം നൃപാം. തേഷാം പ്രമാണം ഭഗവാൻ പ്രഭുത്വേന ഭവദ്ധരി ഏ ചാനുവർത്തിനസ്തസ്യ വപസു സർവയാദവാഹം. തേഷാം പ്രമാണം അവർക്ക് പ്രമാണമായിട്ട് ഭഗവാൻ പ്രഭുത്വേന അഭവദ്ധരി അവർക്ക് പ്രമാണമായിട്ട് പ്രഭുവായിട്ട് ഭഗവാൻ ഭവിച്ചു. ഹരി ഭവിച്ചു. ഈ അനുവർത്തിന തസ്യ വപസു സർവയാദവ. ആരാണ് ഭഗവാനെ അനുവർത്തിച്ചത് അവരെ ഭഗവാൻ വപസു വരിച്ചു. സർവ യാദവ. ഭഗവാനെ സഹായിക്കാൻ പറഞ്ഞ എല്ലാ യാദവന്മാരെയും ഭഗവാൻ തന്റെ പാർഷദന്മാരായിട്ടും തന്റെ കൂട്ടുകാരായിട്ടും
അങ്ങനെ പലതരത്തിൽ അവരെ ഭഗവാൻ പാപത്തു വരിച്ചു സ്വീകരിച്ചു. തേഷാം പ്രമാണം ഭഗവാൻ പ്രഭുത്വേന ഭവദ്ധരി ഏ ചാനുവർത്തിനസ്തസ്യാവവസു സത്വയാദവാം. തേഷാം പ്രമാണം ഭഗവാൻ പ്രഭുത്വേന ഭവദ്ധരി ഏ ചാനുവർത്തിനസ്തസ്യാവവസു സത്വയാദവാം. ശയ്യാസനാടനാലാവക്രീഡാസ്ഥാനാദികർമ്മസു ന വിദുസ്സന്തമാത്മാനം ഉഷ്ണയ കൃഷ്ണചേതസഃ. ശയ്യ കിടക്കൽ, ആസനം ഇരിക്കൽ, അടനം നടക്കൽ, ആലാപനം വർത്തമാനം പറയൽ, ക്രീഡ കളിക്കൽ, സ്നാനം കുളി, ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെയും ഭഗവാനോട് കൂടിച്ചേർന്ന് ഈ വൃഷ്ണികൾ അനുഷ്ഠിച്ച കർമ്മങ്ങളിലെ ഒരു സംഖ്യ പറയാം. ഭഗവാനോട് ചേർന്ന് കിടക്കും, ഭഗവാനോട് ചേർന്നിരിക്കും, ഭഗവാനോട് ചേർന്ന് സഞ്ചരിക്കും, ഭഗവാനോട് ചേർന്ന് സംഭാഷണം ചെയ്യും, ഭഗവാനോട് ചേർന്ന് കളിക്കും, ഭഗവാനോട് ചേർന്ന് സ്നാനാദി കർമ്മങ്ങൾ ചെയ്യും. ഇതിലൊക്കെയും നബിദു ഇവരറിഞ്ഞില്ല. സ്വന്തം ആത്മാനം വൃഷ്ണയ കൃഷ്ണചേതസാം. എന്താ ശ്രീകൃഷ്ണന്റെ ആ ചേതസ്, ആ മനസ്സ് ഈ വക വ്യാപാരങ്ങൾ നടത്തുന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നില്ല. ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ അവർക്ക് ഈ സംസ്കാരങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. മനസ്സ് സർവ്വത ഭഗവാനുമായി. ഇവരിങ്ങനെ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും മനസ്സ് എപ്പോഴും ഭഗവാനിൽ തന്നെയായിരുന്നു യാതൊരു. കാരണം ഇവർക്ക് ദേവാംശന്മാരാണ് എന്നുള്ളത് കൊണ്ട്. ശയ്യാഫനാടനാലാപം. ശയ്യ ആഫന അടന ആലാപ. ശയ്യാഫനാടനാലാപ ക്രീഡാ സ്നാനാദികർമ്മസു ന വിദുസ്സന്തമാത്മാനം വിഷ്ണയ കൃഷ്ണചേതസാം. ശയ്യാഫനാടനാലാപ ക്രിയാ സ്നാനാദികർമ്മസു ന വിദുസ്സന്തമാത്മാനം വിഷ്ണയ കൃഷ്ണചേതസാം. തീർത്ഥം ചക്രേ നൃപോനം യദജനീയദിഷു ഫരിത്പാദശൗചം വിദ്യുത് സ്നിഗ്ധാസ്വരൂപം വിരജിതപരാം. ശ്രീയദത്തേ അന്യയത്നാം എന്നാമംഗളഘ്നം ശ്രുതമഥഗതിതം യത്കൃതോ ഗോത്രധർമ്മ കൃഷ്ണഫേതെന്ന ചിത്രം ക്ഷിതിഭരഹരണം കാലചക്രായുധസ്യാം. തീർത്ഥം ചക്രേ, തീർത്ഥമാക്കി ചെയ്തു, ചക്രേ ചെയ്തു. നൃപോനം യത് അജനീ യദിഷു. നൃപന്മാർക്ക് ഹേ നൃപ, അല്ലയോ രാജാവേ, ഊനം 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 ചക്ര വെച്ചാൽ കുറവുള്ളതാക്കി മാറ്റും. തീർത്ഥം ചക്രേ നൃപ ഊനം, നൃപ സംബോധനയാണ്. ഊനം ചക്രേ ചെറുതായി തീർന്നു, ചെറുതാക്കി മാറ്റി. എന്തുകൊണ്ട്? ഏതജനി യദിഷു ഫരിത് പാദശൗചം. ഫരിത്ത് ഫർഗംഗ, അതിലെ പാദശൗചമായ തീർത്ഥത്തെ, അതിൽ കാലുകഴുക തീർത്ഥത്തെ, ഫരിത് പാദശൗചം തീർത്ഥം, ഫർഗംഗയിൽ കാലുകഴുക തീർത്ഥത്തെ ഊനം ചക്രേ ചെറുതാക്കി മാറ്റി. അത് തീരെ ചെറുതായി തീർന്നു. എന്താണ്? വിദ്യുത് സ്നിഗ്ധാഹ, ശത്രുക്കളും മിത്രങ്ങളും, വിദ്യുത് സ്നിഗ്ധാഹ വിദ്വേഷികൾ, സ്നേഹിതൻ. സ്വരൂപം സ്വരൂപത്തെ യയുഹു പ്രാപിച്ചു. അജിതപരാ അജിതപരന്മാരായി, അജിതനോട് ഏറ്റവും കൂടിച്ചേർന്നവരായ അവരൊക്കെ വിദ്വേഷികളും സ്നേഹസ്വരൂപികളും ഒക്കെ ഭഗവാന്റെ സ്വരൂപത്തിൽ പ്രാപിച്ചു. ശ്രീഹി യഥർത്ഥേ അന്യയത്ന. ആ ലക്ഷ്മി ദേവി യഥർത്ഥേ യാതൊന്നിനു വേണ്ടിയിട്ടാണോ അന്യയത്ന അന്യന്മാരുടെ പ്രയത്നത്തെ ആ ലക്ഷ്മി യാതൊരാൾക്ക് വേണ്ടിയിട്ടാണോ വിനിയോഗിച്ചത്? എന്നാമ അമംഗളഘ്നം, യാതൊരു ഭഗവാന്റെ പേര് അമംഗളത്തെ നശിപ്പിക്കുന്നതാണ്. ശ്രുതമഥഗതിതം, കേൾക്കുകയും പറയുകയും ചെയ്യുന്നത്. യത്കൃത, യാതൊന്നാണോ ചെയ്യപ്പെടുന്നത്? ഗോത്രധർമ്മം, അതങ്ങനെ കുലധർമ്മമാണെന്ന് വിചാരിച്ച അവർ
കൃഷ്ണഫീതെന്ന ചിത്രം ക്ഷിതിഭരഹരണം കാലചക്രായുധവ്യ. കൃഷ്ണന്റെ ഈ ഭൂമിയുടെ ഭാരത്തെ ഹരിക്കുക എന്നുള്ള വ്യാപാരം ഇതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം കാലചക്രസ്വരൂപനാണ് കൃഷ്ണൻ. അതുകൊണ്ട് അത് അത്ഭുതപ്പെടാനില്ല. കാരണം ഭഗവാന്റെ പാദതീർത്ഥമായ ഗംഗാ നദിയാണ് ഭൂമിയിൽ എല്ലാത്തിനും ഏറ്റവും ഉത്കൃഷ്ടമായി എല്ലാവരും കരുതിയത്. പക്ഷേ അതിന് കാരണം ഗംഗയ്ക്ക് ഭഗവാന്റെ പാദത്തോടുള്ള സമ്പർക്കം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഗംഗ പരിശുദ്ധിയായത്. ഇപ്പോഴാകട്ടെ ലോകത്തിൽ എങ്ങും വിളങ്ങുന്ന ഭഗവാന്റെ കീർത്തി ഗംഗയാകുന്ന തീർത്ഥത്തെക്കാൾ ജനഹൃദയങ്ങളിൽ ഒരു തീർത്ഥമായി ഇപ്പൊ ഭാവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരുടെയും കാര്യശുദ്ധമാക്കുന്ന ഗംഗ ഇപ്പൊ കുറവായി മാറി. കാരണം എന്താണ്? ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ സ്വരൂപം എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. അത് അവരുടെ ഒരു തീർത്ഥമാണ്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം ക്ലാസ്സിൽ. അപ്പൊ ജനഹൃദയങ്ങൾ പരിശുദ്ധി ഉണ്ടാക്കിക്കൊണ്ടൊരു മഹാതീർത്ഥമായി ഭഗവാൻ ഇന്ന് ഈ ലോകത്ത് വിരാജിക്കുകയാണ്. ഗംഗാതീർത്ഥം ഏവർക്കും സുലഭമല്ല. പക്ഷേ ഗംഗയിൽ ചെന്ന് സ്നാന പാന സ്പർശനാദികൾ എന്ന അധ്വാനം വേണം. അത് കിട്ടണമെങ്കിൽ ഗംഗയിൽ പോകണം, അവിടെ ചെന്ന് കുളിക്കണം, അല്ലെങ്കിൽ പാനം ചെയ്യണം, ഇതൊക്കെ വേണം. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തി രൂപമായ തീർത്ഥം ആർക്കും സുലഭമാണ്. എന്ത് ചെയ്താൽ മതി? ഒട്ടും അധ്വാനം വേണ്ട. വെറുതെ എന്ത് ചെയ്താൽ മതി? കേട്ടാ മതി, അല്ലെങ്കിൽ കണ്ടാ മതി. ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിന്ന് സാരൂപ്യമുക്തി നൽകുന്നവനായ ആ ഭഗവാന് ഒരു ഭേദവും. ലക്ഷ്മി ഭഗവതിയുടെ കടാക്ഷം ലഭിക്കാൻ ബ്രഹ്മാദി ദേവന്മാർ നിരന്തരമായും തപസ് ചെയ്യുക. പക്ഷെ ആ ലക്ഷ്മി ശ്രീകൃഷ്ണനെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ അടുക്കൽ തന്നെയുണ്ട്. ഇതാണ് ഈ ഹരേ കൃഷ്ണ ഗോവിന്ദ എന്ന് ഉച്ചരിച്ചാൽ സർവ്വ പാപങ്ങളും തീരും എന്ന് പറയാൻ കാരണം കൊണ്ടാണ്. ഗംഗാതീർത്ഥത്തിൽ പോയി മുങ്ങിക്കുളിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു പ്രാവശ്യം നാമം ഉച്ചരിക്കുക, അത് കേൾക്കുക. അതുകൊണ്ട് ഈ ഉള്ളിലുള്ള സകല മാലിന്യത്തെ നിർത്തി മനസ്സിനെ പരിശുദ്ധമാക്കും. ഈ ഭഗവാൻ ഭൂഭാരത്ത് നശിപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്തത്ഭുതം? ഒരത്ഭുതവുമില്ല. കാലസ്വരൂപമായ സുദർശനം കയ്യിലുള്ള ഭഗവാനെ എന്താണ് അപ്രാപ്യം? തീർത്ഥം ചക്രേ നൃപോനം യദജനീയദിഷു ഫുഫരിൽ പാദശൗചം വിദ്വിസ്നിഗ്ധാസ്വരൂപം യയുരജിതപരാം ശ്രീയ യദർത്ഥേ അന്യയത്നം എന്നാമാമംഗളഘ്നം സുതമഥഗതിതം തത്വതോ ഗോത്രധർമ്മം കൃഷ്ണഫീതെന്ന ചിത്രം ക്ഷിതിഭരഹരണം കാലചക്രായുധവ്യാം തീർത്ഥം ചക്രേ നൃപോനം യദജനീയദിഷു ഫുഫരിത്പാദശൗചം വിദ്വിസ്നിഗ്ധാസ്വരൂപം യയുരജിതപരാ ശ്രീയദർത്ഥേന്യയത്നം എന്നാമാമംഗളഘ്നം സുതമഥഗതിതം യത്കൃതോ ഗോത്രധർമ്മം കൃഷ്ണഫീതെന്ന ചിത്രം ക്ഷിതിഭരഹരണം കാലചക്രായുധവ്യാം ജയതി ജനനിവാസോ ദേവകീ ജന്മവാദോ യദുവരവർഷ അഫ്യന്നധർമ്മം സ്ഥിരചരവ്രജനിഘ്ന സുസ്മിത ശ്രീമുഖേന പുരവനിതാനം വർദ്ധയൻ കാമദേവം. ജയിക്കട്ടെ. ജനനിവാസു, ജനങ്ങൾ നിവസിക്കുന്നവനായ ദേവകീ ജന്മവാദോ, ദേവകയിൽ ജനിച്ചു എന്ന ഒരു അപവാദമുള്ളവനായ ഭഗവാൻ. ഭഗവാനെ കുറിച്ച് ഏക അപവാദം ദേവകി ജനിച്ചു എന്നുള്ളതാണ്. ഈ അപവാദം വഹിച്ചുകൊണ്ടാണ് ഭഗവാൻ നടക്കുന്നത് തന്നെ. ഈ എന്ന വാദത്തോടു കൂടിയവനായ ഭഗവാൻ യദുവരന്മാരുടെ ആ പാർഷദന്മാരോട് കൂടിയവരോട് സ്വൈഹി ദോർഭിഹി അഫ്യൻ അധർമ്മം, സ്വന്തം കൈകൾ കൊണ്ട്, സ്വൈഹി ദോർഭി സ്വന്തം കൈകൾ കൊണ്ട്, അഫ്യൻ നശിപ്പിക്കുന്നു അധർമ്മത്തെ. യദുവര പരിഷത് സ്വൈർ ദോർഭിരഫ്യൻ അധർമ്മം. യദുവര പാർഷദന്മാരായി നിന്നുകൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട് സ്വൈഹി ദോർഭിഹി
അഫ്യൻ അധർമ്മം നശിപ്പിച്ചുകൊണ്ട്, അധർമ്മത്തെ നശിപ്പിച്ചുകൊണ്ട്, സ്ഥിരതര വ്രജിനഘ്ന, സ്ഥിരതരമായ വ്രജിനങ്ങളെ നശിപ്പിക്കുന്നവൻ, ഒരിക്കലും സ്ഥിരങ്ങളും ചരങ്ങളുമായിരിക്കുന്ന പാപങ്ങളെ നശിപ്പിക്കുന്നവൻ. പാപങ്ങൾ സ്ഥിരമായിട്ടുള്ളതുണ്ട്, വന്നു പോകുന്നത്. രണ്ടു തരത്തിലുള്ള പാപങ്ങളെയും നശിപ്പിക്കുന്നവൻ. സ്ഥിരതര വ്രജിനം പാപം, വ്രജിനഘ്ന പാപത്തെ നശിപ്പിക്കുന്നവൻ. സുസ്മിത ശ്രീമുഖേന, നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, വ്രജപുര വനിതാനാം, വ്രജപുരത്തിലെ വനിതമാർക്ക് വർദ്ധയൻ കാമദേവം, അവർക്ക് കാമാഭിലാഷത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ ജയതി, അങ്ങനെ ജയിക്കട്ടെ. ജനങ്ങളുടെ ആശ്രയമായി ഭവിച്ചവനാണ് ഭഗവാൻ. ജനഹൃദയങ്ങളിലൊക്കെ അന്തര്യാമായി വസിക്കുന്നവനാണ് ഭഗവാൻ. ദേവകി പുത്രൻ അല്ലയോ എന്ന് ഒരു അന്തര്യാമം, ഉള്ളിലുള്ള ഭഗവാനെ കുറിച്ച് ദേവകി ജനിച്ചവൻ എന്ന കേവലം ഒരു വാക്കു മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഭഗവാന് ജന്മവുമില്ല, മരണവുമില്ല. അപ്പൊ ദേവകി ജനിച്ചു എന്ന് പറയുന്ന ഒരു കുറവോ ഒരു ഊനത അത് കണക്കാക്കാനേ പറ്റില്ല. അതൊരു അപവാദമല്ല, അതൊരു വാദവുമല്ല. കാരണം ദേവകി താൻ ജനിച്ചിട്ടുമില്ല, ജനിക്കാൻ പോകുന്നുമില്ല, താൻ അജനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കൃഷ്ണൻ എവിടെയാണ് ജയിക്കാത്തത്? യദുശ്രേഷ്ഠന്മാരാകുന്ന പാർഷദന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ട് യദുഫഭയിൽ അങ്ങനെ വിജയിച്ചറിയുകയാണ്. ഇങ്ങനെയുള്ള ഭഗവാന്റെ അവതാരം തന്റെ ഭുജബലം കൊണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ്. വൃന്ദാവനത്തിലുള്ള എല്ലാ വൃക്ഷലതാദികൾക്കും പശുക്കൾക്കും കൂടി സദ്ഗതി കൊടുക്കാൻ ഭഗവാന്റെ മനോഹരമായ മുഖാരവിന്ദത്തിൽ നോക്കുന്ന സ്ത്രീകൾ എപ്പോഴും കാമയുകാലത്തെ വർദ്ധിപ്പിച്ച് ഇഹലോകത്തിലും പരലോകത്തിലും ഭഗവാനെ പ്രാപിക്കാൻ കാരണമായിട്ടില്ല. ഇതാണ് അവതാരത്തിന്റെ മഹത്വം. ദശമസന്ധത്തിൽ പറഞ്ഞ കഥകളെ മുഴുവനും അതിന്റെ താത്വിക അംശത്തെ ഒന്ന് ചുരുക്കി ഒറ്റ ശ്ലോകത്തിൽ അവതരിപ്പിച്ച് പൂർണ്ണമാക്കി. കാരണം ദശമം തീരാൻ പോകുമ്പോൾ അതിന്റെ സംഗ്രഹം എന്ന രൂപത്തിലാണ് ഇവിടെ പറഞ്ഞത്. ഈ 2 ശ്ലോകങ്ങളുള്ളൂ, നമുക്ക് തീർത്തിട്ടേ പോരെ. 5 മിനിറ്റ് കൊണ്ട് തീർക്കാം, കുഴപ്പമില്ല. ജയതി ജനനിവാസോ ദേവകീ ജന്മവാദോ യദുവര വർഷഫിരഫ്യന്നധർമ്മം സ്ഥിരതര വ്രജിനഘ്ന, സ്ഥിരതരമായ വ്രജിനങ്ങളെ ഹനിക്കുന്ന സ്ഥിരതര വ്രജിനഘ്ന സുസ്മിത ശ്രീമുഖേന വ്രജപുര വനിതാനാം വർദ്ധയൻ കാമദേവം. ജയതി ജനനിവാസോ ദേവകീ ജന്മവാദോ യദുവര വർഷഫിരഫ്യന്നധർമ്മം സ്ഥിരതര വ്രജിനഘ്ന സുസ്മിത ശ്രീമുഖേന വ്രജപുര വനിതാനാം വർദ്ധയൻ കാമദേവം. ഇത്തം പരഫ്യ നിജവത്മ രിരക്ഷയാപ്തലീലാതനോസ്തനുരൂപ വിഡംബനാനി കർമാണി കർമ്മകഷണാനി യദൂത്തമശ്രുയാത് അമുഷ്യവതയോ അനുവർത്തിനിച്ഛൻ. യുദ്ധം ഇങ്ങനെ പരസ്യ പരമാത്മസ്വരൂപനായ ഭഗവാന്റെ നിജ വർമ്മ രിരക്ഷയാ, തന്റെ മാർഗത്തെ രക്ഷിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആരൊക്കെ തന്റെ മാർഗത്തിൽ വരുന്നോ അവരെ രക്ഷിക്കാൻ നിജവർമ്മ രക്ഷ രക്ഷിക്കാനുള്ള ആഗ്രഹം. അതുകൊണ്ട് ആത്ത സ്വീകരിച്ച ലീലാതനോ കളിയായി ശരീരം സ്വീകരിച്ചവനായ തത് അനുരൂപ വിഡംബനാൻ, ശരീരം എടുത്തു കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിന് അനുരൂപമായ വിഡംബനങ്ങൾ അനുകരണങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. കുട്ടികളായി എന്തൊക്കെ കളിച്ചു, ഓരോരോ വയസ്സിലും ഭഗവാൻ ആ വയസ്സിന് അനുരൂപമായ കളികൾ ഒരനുകരണം പോലെ ചെയ്ത് നമ്മെ കാണിച്ചു. അതൊക്കെ വിഡംബനമാണ്. കർമാണി കർമ്മകഷണാനി യദുത്തമഫ്യാം, യദൂത്തമനായ ഭഗവാന്റെ കർമ്മങ്ങളെ നശിപ്പിക്കുന്ന കർമ്മങ്ങൾ. കർമ്മകഷണാനി കർമാണി, കഷണം നശിപ്പിക്കാൻ. എല്ലാ കർമ്മങ്ങളെയും നശിപ്പിക്കുന്ന ഭഗവാന്റെ കർമ്മം. നോക്കുള്ളൂ, ഈ ഭഗവാന്റെ കർമ്മം കൊണ്ട് നമ്മളുടെ സമസ്ത കർമ്മങ്ങളെയും നശിപ്പിക്കലാണ് ലക്ഷ്യം. കർമാണി കർമ്മകഷണാനി യദൂത്തമഫ്യ
ശൂയാത് കേൾക്കൂ, അത് കേൾക്കണം. അമുഷ്യ അവന്റെ പദയോഹോ അനുവൃത്തിമിച്ഛൻ, ഭഗവാന്റെ പാദങ്ങളിലേക്ക് അനുവൃത്തി ആഗ്രഹിക്കുന്നവർ, അതിലേക്ക് ചേർന്ന് ലയിക്കാൻ ആഗ്രഹിക്കുന്നവർ ശൂയാത് കേൾക്കട്ടെ, ഭഗവാന്റെ ലീലാവതാര കഥകൾ കേൾക്കട്ടെ. ഇതൊക്കെ ഭഗവാൻ വിഡംബനമായി അനുഷ്ഠിച്ച കഥകളാണ്. ഇതൊന്നും ആരെ ബാധിക്കില്ല? ഭഗവാന് ബാധിക്കില്ല. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ ഏറ്റവും ഒടുവിൽ കംസവധം കഴിഞ്ഞ് വരുന്ന ആ ഓരോ സന്ദർഭത്തിലുമുള്ള ഭഗവാന്റെ ലീലകൾ കണ്ടാൽ അതൊക്കെ ഒരു വിഡംബനമാണ്, അനുകരണമാണ് എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ ലീലാകഥകളെ എല്ലാവരും വായിച്ച് പഠിച്ച് അനുസ്മരിച്ചു. ഇതാണ് വാസ്തവത്തിൽ ദശമസ്കന്ധത്തിന്റെ ലക്ഷ്യം എന്ന് ബോധ്യപ്പെടുക. കാരണം വേദമാർഗത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പരസ്യ നിജവർമ്മ രിരക്ഷയ. അതുകൊണ്ടാണ് മത്സ്യാദികളായ ഓരോ അവതാരങ്ങൾ ലീലാതനോഹോ തദ്രൂപ വിഡംബനായി അതിന് ചേർന്ന് ഓരോരോ കഥകളും സ്വീകരിച്ചു. അങ്ങനെയാണ് കൃഷ്ണാവതാരത്തെത്തിയത്. ആ കൃഷ്ണന്റെ അവതാരത്തിൽ ചെയ്ത ഓരോ കർമ്മങ്ങളും നമ്മുടെ കർമ്മങ്ങളെ ക്ഷയിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ നോക്കുള്ളൂ. ഭഗവാന്റെ കഥകൾ കേട്ടാൽ നമ്മുടെ കർമ്മങ്ങൾ കുറേശ്ശെ ജന്മാന്തരങ്ങളായി ആർജിച്ച കർമ്മങ്ങളൊക്കെ ഇതേയും ഇല്ലാതാകും. അങ്ങനെയുള്ള ഭഗവാന്റെ കഥ നിരന്തരം കേൾക്കുക. ഇതേ ഉള്ളൂ ഇനി അനുഷ്ഠിക്കാറുള്ളത്. ഇത്തം പരസ്യ നിജപത്മരിരക്ഷയ അത്തലീലാതനോ തദനുരൂപ വിഡംബനാനി കർമാണി കർമ്മകഷണാനി യദുത്തമസ്യ സൂയാദമുഷ്യവതയോരവൃത്തിമിച്ഛൻ. യുദ്ധം പരസ്യ നിജപത്മരിരക്ഷയ അത്തലീലാതനോസ്തദനുരൂപ വിഡംബനാനി കർമാണി കർമ്മകഷണാനി യദുത്തമസ്യ സൂയാദമുഷ്യവതയോരവൃത്തിമിച്ഛൻ. യുദ്ധം പരസ്യ നിജപത്മരിരക്ഷയ അത്തലീലാതനോസ്തദനുരൂപ വിഡംബനാനി കർമാണി കർമ്മകഷണാനി യദുത്തമസ്യ സൂയാദമുഷ്യവതയോരവൃത്തിമിച്ഛൻ. മർത്യസ്തയാ അനുഭവമേധിതയാ മുകുന്ദ ശ്രീമത്കഥാശ്രവണകീർത്തന ചിന്തയേതി തദ്ധാമ ദുസ്തരകൃതാന്ത ജവാപവർഗം ഗ്രാമാധ്വനം ക്ഷിതിഭുജോപിയദർത്ഥാഹം. മർത്യഃ മനുഷ്യൻ തയാ അനുഭവം ഏധിതയ, അനുഭവം ഓരോ ക്ഷണവും ഓരോ നിമിഷവും ഏധിതയ വർദ്ധിച്ചു വരുന്ന തയാ മുകുന്ദന്റെ കഥ ചിന്ത കൊണ്ട്, അതുകൊണ്ടാണ് തയാ സ്ത്രീലിംഗം. കഥയാ ചിന്തയാ, മുകുന്ദനെ കൊണ്ടല്ല, മുകുന്ദന്റെ കഥകൾ ചിന്തിക്കുന്ന കൊണ്ട്, ശ്രീകൃഷ്ണ കഥകൾ ആലോചിക്കുന്ന കൊണ്ട്. മർത്യൻ മനുഷ്യൻ തയാ അനുഭവം ഏധിതയാ, അനുഭവം ഏധിതയാ കൃഷ്ണകഥയാ, ഓരോ ക്ഷണവും വർദ്ധിച്ചു വരുന്ന കൃഷ്ണകഥ കൊണ്ട് മനുഷ്യൻ മുകുന്ദ ശ്രീമത് കഥാശ്രവണ കീർത്തന ചിന്തയേതി, ശ്രീമത്തായ ശ്രവണ കീർത്തനത്തോടു കൂടിയ ചിന്തയാൽ. ശ്രവണ കീർത്തനങ്ങൾ ഐശ്വര്യമുള്ളതാണ്. അതുകൊണ്ട് തദ്ധാമ ദുസ്തര കൃതാന്ത ജവാപവർഗം, ദുസ്തരമായ കൃതാന്തന്റെ വേഗത്തെ ബാധിക്കാത്ത തദ്ധാമ, ദുസ്തരം തരണം ചെയ്യാനാവാത്ത കൃതാന്തൻ യമന്റെ ജവം വേഗത കൊണ്ട് ആർക്കും തടുക്കാൻ പറ്റില്ല യമനെ. നാളെയാട്ടെ പിന്നാട്ടെ ഇത്തിരി കഴിയട്ടെ, ഞാനിത് കഴിച്ചോട്ടെ, ഞാനൊന്ന് ഉറങ്ങി, ഒന്നും പറയാൻ പറ്റില്ല. അത് ദുസ്തരമാണ്, ആർക്കും നിർണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൃതാന്ത ജവം, കൃതാന്തന്റെ വേഗതയെ ബാധിക്കാത്തതായ തദ്ധാമ, ഭഗവാന്റെ ധാമ, അവിടേക്ക് ആരും ചെല്ലില്ല, യമൻ ചെല്ലില്ല. അതിനെ ഏതി പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ചിന്തയാ ഏതി ചിന്തയേതി തദ്ധാമ ഗ്രാമാധ്വനം ക്ഷിതിഭുജോപി യയുർ യഥാർത്ഥ അപവർഗം യയു. അതുകൊണ്ടാണ് ഗ്രാമവനം, ഗ്രാമത്തിൽ നിന്ന് വനത്തിലേക്ക് ക്ഷിതിഭുജോപി രാജാക്കന്മാരും യയുഹു പോയത്. എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥാഹ അപവർഗം, ഏതൊരു ലക്ഷ്യമാകുന്ന പ്രയോജനത്തോടു കൂടി അവർ മോക്ഷത്തിലേക്ക് പോകുന്നു, അതിനുവേണ്ടിയാണ് അവരെ നാട് വിട്ട് കാട്ടിലേക്ക് പോകുന്നത്.
രാജാക്കന്മാർ പോലും അങ്ങനെയാണ്. രഘുവംശത്തെ ചക്രവർത്തിമാർ എല്ലാം നാട് വിട്ട് കാട്ടിപ്പോയവരാണ്. എല്ലാ രാജാക്കന്മാരും അങ്ങനെയാണ്. മുക്തി കൊടുക്കുന്ന ഭഗവാന്റെ ആനന്ദപ്രദമായ കഥകൾ കേൾക്കുക. മുകുന്ദന്റെ കഥ, മുകുന്ദൻ എന്ന് വെച്ചാൽ മുക്തിദാനം ചെയ്യുന്നവനാണ്. മുകുന്ദന്റെ ആനന്ദപ്രദമായ കഥ കേൾക്കുന്നത് കൊണ്ട്, അത് കീർത്തിക്കുന്നത് കൊണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ട് ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്ന മനുഷ്യന്റെ വിചാരശക്തി കൊണ്ട് ആരാലും അജയ്യമായ മരണദുഃഖത്തെ ഏതൊക്കെ സ്ഥാനത്ത് ചെന്നാൽ ബാധിക്കില്ലയോ ആ സ്ഥാനത്തിലേക്ക് എത്താം. എവിടെ ചെന്നാലാണോ മരണദുഃഖം ഉണ്ടാകാത്തത് അവിടേക്ക് ചെല്ലാം. തദ്ധാമ ദുസ്തരകൃത ജവ, യമന് പോലും എത്തിപ്പെടാനാവാത്ത, അതിവേഗതയിൽ സഞ്ചരിച്ചാലും എത്താത്ത ആ പദത്തിലേക്ക് എത്താം. അവിടെ എത്തിയാൽ പിന്നെ മരണമില്ല, ജനനമില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് അതിന് ചെയ്യേണ്ടത് ഭഗവാന്റെ ആനന്ദപ്രദമായ കഥ കേൾക്കണം, ഭഗവാന്റെ കഥകൾ കീർത്തിക്കണം, ആ കഥകളെ അർത്ഥം ആലോചിക്കണം. ഈ 3 കാര്യം ചെയ്താൽ ഓരോ നിമിഷവും വിചാരശക്തി വളർന്നു വരുന്ന മനുഷ്യനെ മരണദുഃഖത്തെ അതിക്രമിച്ചിട്ട് അത് ബാധിക്കാത്ത ഭഗവത് പദത്തിലേക്ക്, തത്ധാമത്തിലേക്ക് എത്തിച്ചേരാം. ഇത് തന്നെയാണ്, ഇതുകൊണ്ടാണ് മഹാരാജാക്കന്മാർ അവരുടെ സ്വാധീനത്തിലിരിക്കുന്ന രാജ്യേശ്വര്യ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് വനത്തെ ആശ്രയിച്ചു കൊണ്ടാണ്. ഇവിടെ ഇരുന്നത് പറ്റില്ല എന്ന് അവർക്ക് ഉറപ്പായി. രാജശ്രീയോട് കൂടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഭഗവത് പാദത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിന് പറ്റുന്ന കഥ കേൾക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും സമർത്ഥനാവില്ല. നമുക്ക് നൽകുന്ന ഉപദേശമാണ്. വീട്ടിലെക്കനൊക്കെ ഇരുന്നാലും വീട്ടിൽ ഞങ്ങൾ ഭഗവാനെ ഭജിച്ചോളാം എന്നൊക്കെ പലരും പറയും. പക്ഷേ എന്ത് ചെയ്യാം, ഇതുപോലെയാണ്. കാരണം വീട്ടിൽ ധനം, ആഭിജാത്യം, ഐശ്വര്യം, കുടുംബം, സമ്പത്ത്, ഇന്ന് ഫോണുകള്, ഇതെല്ലാം കൂടെ കലങ്ങി അടിച്ച് കറക്കി നമ്മളെ എന്ത് ചെയ്യും, അതിലേക്ക് തളച്ചിടുകയുള്ളൂ. അതിനിടയ്ക്ക് ഭഗവാന്റെ കഥ കേൾക്കാനോ വായിക്കാനോ പറയാനോ ചിന്തിക്കാനോ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ദിവസമെങ്കിലും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് സപ്താഹയജ്ഞപതി പോയി ഇരിക്കൂ. വനത്തിൽ പോകണമെന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പ്രഭാഷണങ്ങളിൽ പോയിരിക്കൂ, ഏതെങ്കിലും കഥ കേൾക്കുന്നത് പോയിരിക്കൂ. അങ്ങനെ ഇരുന്നാൽ മാത്രമേ ഈ കുടുംബത്തിലെ ഐശ്വര്യത്തിന്റെ ശ്രീ ബാധിക്കാതെ ഭഗവത് കഥ കേൾക്കാൻ പറ്റൂ. ഇവിടെ ഇരുന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇതുകൊണ്ടാണ് ഭാരതത്തിലെ മഹാരാജാക്കന്മാരൊക്കെ രാജ്യൈശ്വര്യം ഉപേക്ഷിച്ച് വനത്തിൽ പോകാൻ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവരുടെ സ്വാധീനത്തിലാണ് രാജ്യശ്രീ. അതുകൊണ്ടാണ് അവർക്ക് അത് ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നത്. കൊണ്ടാണ് നമ്മുടെ സ്വാധീനത്തിലാണ് നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ കുടുംബവും ഒക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഇതൊക്കെ ഉപേക്ഷിച്ച് പോവാം. സ്ഥിരമായിട്ട് പോകണമെന്നല്ല പറഞ്ഞത്. അതിന് ഉപകരിക്കുന്ന കഥകൾ കേൾക്കാനും അതേപോലെ അവരെല്ലാം ഉപേക്ഷിച്ച് കാട്ടിച്ചെന്നിരുന്ന് ഭഗവാന്റെ കഥ കേൾക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഉപേക്ഷിച്ച കഥാശ്രവണം ചെയ്യുന്നവർക്ക് മാത്രമേ ആത്യന്തികമായ പുരുഷാർത്ഥം എന്ന കൈവല്യം ലഭിക്കുകയുള്ളൂ എന്ന് ദശമസ്കന്ധം ഉപകരിച്ചുകൊണ്ട് വ്യാസൻ നമ്മെ ബോധ്യപ്പെടുത്തുക. ഈ ലക്ഷ്യത്തിലാണ് ദശമം ഉപസംഹരിക്കുന്നത്. മർത്യസ്തയാനുഭവമേധിതയാ മുകുന്ദ ശ്രീമത് കഥാശ്രവണ കീർത്തന ചിന്തയേതി തദ്ധാമ ദുഷ്ടതകൃതാന്ത ജവാപവർഗം ഗ്രാമധ്വനം ക്ഷിതിഭുജോപിയദത്ഥാഹം. മർത്യസ്തയാനുഭവമേധിതയാ മുകുന്ദ ശ്രീമത് കഥാശ്രവണ കീർത്തന ചിന്തയേതി തദ്ധാമ ദുഷ്കരകൃതാന്ത ജവാപവർഗം ഗ്രാമധ്വനം ക്ഷിതിഭുജോപിയദത്ഥാഹം. അങ്ങനെ ഭാഗവത്തെ ദശമസ്കന്ധം നമുക്ക് 10-15 മിനിറ്റ് എടുത്തെങ്കിലും ഇന്ന് പൂർത്തിയാക്കാൻ സാധിച്ചു. ഇന്നുകൊണ്ട് ഇത് പൂർത്തിയാക്കിയിട്ട് അടുത്ത മാർച്ചിലെ ആദ്യത്തെ ആഴ്ച മുതൽ ബുധനും വ്യാഴവുമായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബുധനാഴ്ച പഞ്ചമസ്കന്ധം എടുക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടത് കൊണ്ട് അത് കേട്ടവരുണ്ട്, പഠിച്ചവരുണ്ട്, കേൾക്കാത്തവരുണ്ട്, പഠിക്കാത്തവരുണ്ട്. ഇതൊക്കെല്ലാം ഒന്നുകൂടെ കേൾക്കുകയോ പഠിക്കുകയോ അറിയുകയോ ചെയ്യുന്നുണ്ട്. ദോഷമുള്ള കാര്യമല്ല. കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേരുണ്ടെങ്കിൽ അത് കേട്ടോട്ടെ. ആ പാകത്തിന് ബുധനാഴ്ച പഞ്ചമസ്കന്ധവും വ്യാഴാഴ്ച ഏകാദശ സ്കന്ധവും ഇനി നമ്മൾ ക്ലാസ്സിലോട്ട് മുമ്പോട്ട് കൊണ്ടുപോവാണ്. ഇത് പഠിക്കാനോ കേൾക്കാനോ ആഗ്രഹമുള്ളോ ഇതുവരെ വരാത്തവർ വന്ന് ഉഴപ്പിപ്പോയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി ഈ 2 ഏകാദശ സ്കന്ധവും പഠിക്കാം, ഇതും പഠിക്കാം. ഇതിനുള്ള അവസരമാണ്.
അടുത്ത ആഴ്ച മുതൽ അത് ഈ മാഫ് ചെയ്ത് തീർത്തിട്ട് വേണം അടുത്ത ആഴ്ച തുടങ്ങാൻ എന്ന് വിചാരിച്ച് ഒന്ന് ശ്രമിച്ചതായിരുന്നാലും അത് ഭഗവത് കടാക്ഷം കൊണ്ട് പൂർണ്ണമാക്കാൻ സാധിച്ചു. ഇനി നമുക്ക് അടുത്ത ആഴ്ച ബാക്കിയിലേക്ക് കിടക്കാം. സാറേ 37ാമത്തെ ശ്ലോകമില്ലേ, 37ാമത്തെ, അതില് വജ്രസ്യ അപവത്യസ്തു മൗസലാദവശേഷ, മൗസലം കഴിയുമ്പം ആ വജ്രനാഭം മാത്രമേ അവശേഷിച്ചുള്ളൂ എന്നല്ലേ പറയുള്ളൂ? അതെ അതെ, അയാളാണ് രായിക്കൊണ്ടിരുന്നത്, അയാൾ മാത്രം അവശേഷിച്ചു. ആ വജ്രനാഭനെയാണ് പിന്നെ കൊണ്ടുവന്ന് മധുരയിലെ രാജാവാക്കുന്നത്. അതെ. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മള് മഠത്തിൽ ആരംഭിച്ച ക്ലാസ്സാണ് ദശമക്കന്ധം. അതും 3-4 വർഷമായും തോന്നുന്നു. അതല്ല, അല്ലെങ്കിലേ ഉള്ളൂ. ഓഫ്ലൈനിൽ തുടങ്ങിയതാണ്. കോവിഡിന് മുൻപ് തുടങ്ങിയതാ. കോവിഡിന് മുൻപ് തുടങ്ങിയതാ. അപ്പൊ എന്തായാലും 6-7 വർഷമായിട്ടുണ്ട്. 5-6 വർഷം എന്തായാലും ആയി. അങ്ങനെ 2 ക്ലാസ്സുകളും നാഗമ്പടത്ത് തുടങ്ങിയ ഒരു ക്ലാസ്സും മഠത്ത് തുടങ്ങിയ 2 ക്ലാസ്സും നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടണമാക്കി. ഇനിയും ഭാഗവതത്തിന്റെ പൂർണ്ണതയിലേക്ക് കിടക്കാൻ അത് ഭാഗമായിട്ട് തീരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രസംഗിക്കും. ഞാൻ നാഗമ്പടത്ത് വരുന്നത് സാറ് പഞ്ചമസ്കന്ധം തുടങ്ങുമ്പോഴാണ്. ആണോ? ഓ, അത് ശരിയാ. അപ്പൊ അത് ഒന്നുകൂടി കേൾക്കാം. അതെ അതെ അതെ, പഞ്ചമസ്കന്ധത്തിലും കുറെ ഭാഗങ്ങൾ ഏകാദശം പോലെ തന്നെ വേദാന്തമുണ്ട്. കുറെ നാരദന് യുധിഷ്ഠിരനോടുള്ള സംവാദമായിട്ട് കുറച്ചുണ്ട്. അത് ഗദ്യമാണ്. ഭൂഗുണിതം മുഴുവൻ എന്താ പറയുക, അത് ഗഹനമായ വിഷയമാണ്. അതെ, അതൊന്നുകൂടെ കേക്കാം. ഇപ്പൊ എത്ര വർഷത്തെ അവധിയായില്ലേ സാറേ? അതെ അതെ അതെ, നാഗമ്പടത്ത് തുടങ്ങിയിട്ട് ഇപ്പൊ 10 വർഷത്തിലൊക്കെ കൂടുതലായില്ലേ? 12 വർഷമായി. 12 വർഷം. ചോദിച്ചോളൂ. പഞ്ചമസ്കന്ധം ഒന്നുകൂടി എടുക്കാൻ എനിക്ക് സന്തോഷമായപ്പോ ഞാനൊന്നും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാ അങ്ങനെ ഉള്ളവർക്ക് കേൾക്കാം, വിട്ടുപോയവർക്ക് കേൾക്കാം. ആ കൃഷ്ണന്റെ രീതി നമ്മൾ വരുന്നുണ്ടാവും, പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ അതൊന്നും കൂടി അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പൊ അത് കേട്ട് പഠിച്ചു പോകുമ്പോ അത് കേൾക്കുമ്പോൾ എളുപ്പം കിട്ടുകയും ചെയ്യും. പഞ്ചമസ്കന്ധം 1 പ്രാവശ്യം നോക്കിയാലേ കിട്ടുകയുള്ളൂ. സത്യമാണ്. നന്ദി സാർ. അപ്പൊ എല്ലാം കൂടെ 10-12 വർഷത്തെ യത്നമാണ് നമുക്കിപ്പോ പൂർത്തീകരിക്കാൻ സാധിക്കും, ഈശ്വരാനുഗ്രഹം. എനിക്ക് ഇതിലിരിക്കുമ്പോ അച്ഛൻ കൂടെ ഉള്ളത് പോലെ തന്നെ തോന്നുന്നു. അതെ, സ്വാമി ആദ്യം മുതൽ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നല്ലേ. ഇല്ലെങ്കിൽ സ്വാമി മകളെ കിട്ടിയത് സന്തോഷമായി, ഒരാളുണ്ടല്ലോ ഒരു പ്രതിനിധിയായിട്ട് എന്നുള്ളത് കൊണ്ട്. അച്ഛന് ഓരോ ക്ലാസ് അങ്ങനെ കാത്തിരുന്നാണ് അതിലേക്ക്. ഒറ്റ ക്ലാസ് കിട്ടില്ല, നോക്കിയിരിക്കും ഇങ്ങനെ എല്ലാ ക്ലാസ്സിനും എല്ലാരെയും. അതെ അതെ അതെ. പിന്നെ വളരെ അച്ഛന്റെ ആ ചിട്ടയൊന്നും നമുക്കൊന്നും പാലിച്ചു കൊണ്ടുപോകാൻ പറ്റുക അറിയില്ല. അതെ അതെ, അതുപോലെയാണ്. ഇത് കഴിഞ്ഞുള്ളൂ, ബാക്കി കാര്യമൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഇത്രയും വയസ്സിൽ തന്നെ 85 വയസ്സാണ്. അപ്പൊ അതില് അദ്ദേഹം ആ ഭാഗവതം വായിക്കുമ്പോ ആ പിരിച്ചൊക്കെ വായിക്കുന്നൊക്കെ അത്ര ഭംഗിയായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. ഈ ക്ലാസ്സിന് കേട്ട് പഠിക്കുന്നുണ്ട്, പിരിച്ച് തന്നെ വായിക്കും. നന്നായിട്ട് അറിയാതെ വായിക്കും, നല്ല ഭംഗിയായിട്ട് പദം പിരിച്ച് പദം വായിക്കും. ഞങ്ങളൊക്കെ അതിശയപ്പെട്ടു പോയി. എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതൊക്കെ അച്ഛൻ നല്ല വൃത്തിയായിട്ട് വായിക്കുന്നു. വലിയ കാര്യമായി, ഒരു വലിയ അനുഗ്രഹമായിരുന്നു. പക്ഷേ അതെ, ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. അല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ അത് പ്രചോദനമായല്ലോ. ഞങ്ങളെ എല്ലാരെയും ഭാഗവതത്തിലേക്ക് അച്ഛൻ പിടിച്ചങ്ങ് ആക്കുകയായിരുന്നു, എന്നെയും ബ്രദറിനെ എല്ലാരെയും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അതിലേക്ക് താല്പര്യം വന്നത് തന്നെ. നിങ്ങളത് കൈവിടാതെ കൊണ്ട് ഞങ്ങളുടെ അതെ, ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അതൊരു പാഠമായിരുന്നു. അതുപോലെ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത്, അച്ഛനോട് ചെയ്യാവുന്ന, അതെ, ഈ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അതെ 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 അതെ, നമുക്കറിയാം സാർ. പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും അതൊരു ഗുണപാഠമായിട്ടിരിക്കട്ടെ. തീർച്ചയായിട്ടും.
ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഭാഗവതം വായിക്കുന്നതിന് ഗുണം നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ, വെറുതെ പകുതി സമയം കളയാതെ അതിലെടുത്ത് വെച്ച് വെറുതെ വായിച്ചുള്ളൂ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഞാൻ സ്വാമിയുടെ കഥ ഉദാഹരിച്ച് പറയാറുണ്ട് പലയിടത്തും. അപ്പം ഒന്നും രണ്ടോ നാളെ മുതൽ ഞങ്ങൾ ഭാഗവതം വായിക്കുക, വെറുതെ ഇരുന്ന് സമയം കളയായിരുന്നു, പുസ്തകം കയ്യിലുണ്ട്, വായിക്കാറില്ല, ഇനി ഇങ്ങോട്ട് വായിക്കാൻ പോകാം, നാളെ മുതൽ ഞങ്ങൾ വായിക്കാൻ പോകും. അങ്ങനെ എത്രയോ പേർക്ക് അതൊരു പ്രചോദനമാകുന്നുണ്ട്. അതെ അതെ അച്ഛന് അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതെ അതെ ഞങ്ങൾക്കത് അച്ഛൻ ഇല്ലാന്നുള്ള ആ ഒരു സങ്കടത്തിലും മോനെ ബ്രദർ അത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നത്. ഇന്ന് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം സാർ.